നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. രാവിലെയിലേക്ക് സ്വാഗതം. പക്ഷേ ഒരു അത്ര വലിയ ഗുഡ് മോർണിംഗിലേക്കല്ല, ഒരു നിരാശ ഉണ്ടാകുന്ന വാർത്തയാണുള്ളത്. അതിരപ്പള്ളിയിൽ ഒരു കാട്ടാന ആക്രമണം സംഭവിച്ചിരിക്കുക എന്നാണ്. ആ മേഖലയിൽ കുറച്ചധികം ഈ മനുഷ്യമൃഗ കോൺഫ്ലിക്റ്റുകളൊക്കെ സംഭവിക്കുന്നതാണ്. പുലർച്ചെ 2:45 ആ മരണം സംഭവിച്ചിരിക്കുന്നത്. ആ വാർത്തയിലേക്ക് പോകണം. ദേശീയ രാഷ്ട്രീയത്തിലേക്ക് നോക്കുകയാണെങ്കിൽ കർണാടകയിൽ DK ശിവകുമാർ വരികയാണ്. സിദ്ധരാമയ്യ ഇന്ന് DK നിർദ്ദേശിക്കും. പാർട്ടി ഒറ്റക്കെട്ടാണ് എന്നുള്ള തോന്നലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ അത് ഗുണകരമാകും. അത് പ്രവർത്തകർക്കിടയിൽ തന്നെ ഒരു വലിയ ആവേശം ഉണ്ടാക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് വൈകുന്നേരം 4 മണിക്കോടുകൂടി തന്നെ ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് മനസ്സിലാകുന്നത്. സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച അല്ലെങ്കിൽ നാളെ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ നിൽക്കുകയാണ്. അതേസമയം ED പ്രവർത്തകർ, CPM പ്രവർത്തകർ ആക്രമിച്ച കേസിൽ 25 പേരുടെ അറസ്റ്റായി. 1 മുതൽ 5 വരെയുള്ള പ്രതികളുടെ ജാമ്യ ഉത്തരവ് ഇന്ന് ഉണ്ടാകും എന്നത് സംബന്ധിച്ചും ഒരു വിശദാംശങ്ങൾ ഉണ്ട്. അങ്ങനെ പല രീതിയിലുള്ള വാർത്തകൾ ഇന്ന് വരുന്നുണ്ട്. ആദ്യം തലക്കെട്ടുകൾ നോക്കാം. അതിരപ്പള്ളിയിൽ കാട്ടാന ആക്രമണം. അതിരപ്പള്ളി വൈശ്ശേരിയിൽ കർഷകനെ ചവിട്ടിക്കൊന്നു. കൊല്ലപ്പെട്ടത് പുല്ലേർക്കാട് സ്വദേശി മോഹനൻ. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 5 പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ ഉത്തരവെന്ന്. കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 25ആയി. പ്രധാന പ്രതി പാളയം സന്തോഷിനായി ലുക്കൌട്ട് നോട്ടീസ്. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തെ ചൊല്ലി ഇടതുമുന്നണിയിൽ തർക്കം രൂക്ഷം. കടുംപിടുത്തം തുടർന്ന് CPI. KN ബാലഗോപാലിനായി CPM നീക്കം. നിയമസഭാ കക്ഷിയോഗം ചേരാനാകാതെ ഇടതുമുന്നണി. മുതിർന്ന കോൺഗ്രസ് നേതാവും MP-യുമായിരുന്ന KP ധനപാലൻ അന്തരിച്ചു. അന്ത്യം പറവൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ. CPM നേതാവും കോഴിക്കോട് മുൻ മേയറുമായ TP ദാസനും വിട. മുൻ മന്ത്രി TU കുരുവിളയുടെ സംസ്കാരം നാളെ. കർണാടകയിൽ DK ശിവകുമാറിനെ ഇന്ന് മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കും. കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം വൈകിട്ട് 4 മണിക്ക്. ശിവകുമാർ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്തേക്കും. കൂടുതൽ മന്ത്രിസ്ഥാനത്തിനായി സിദ്ധരാമയ്യ. പശ്ചിമേഷ്യയിൽ വീണ്ടും പ്രതിസന്ധി. ദേശീയ സുരക്ഷാ സമിതി യോഗത്തിന് ശേഷവും വെടിനിർത്തൽ ധാരണയിൽ നിലപാട് അറിയിക്കാതെ ട്രംപ്. ആണവ സാമഗ്രികൾ നശിപ്പിക്കുന്നത് കരാറിലില്ലെന്ന് സൂചന. IPL ഫൈനലിൽ ബംഗളൂരുവിനെ ഗുജറാത്ത് നേരിടും. രാജസ്ഥാൻ റോയൽസിനെ തോൽപ്പിച്ചത് 7 വിക്കറ്റിന്. ഗുജറാത്തിന്റെ ഫൈനൽ പ്രവേശം രാജകീയമായി. ശുഭ്മൻ ഗില്ലിന് സെഞ്ചുറി. രാജസ്ഥാൻ നിരയിൽ വീണ്ടും തകർപ്പൻ പ്രകടനവുമായി വൈഭവ് സൂര്യവംശി. വിശദമായ വാർത്തകളിലേക്ക് പോകാം. ആദ്യം അതിരപ്പള്ളിയിലേക്കാണ്. സൂചിപ്പിച്ചതുപോലെ തന്നെ അതിരപ്പള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ മരിച്ചു. പുല്ലേർക്കാട് മോഹനനാണ് മരിച്ചത്. അതിരപ്പള്ളി വൈശ്ശേരിയിലാണ് സംഭവം. പുലർച്ചെ വീട്ടുപറമ്പിൽ ആനയെത്തി കൃഷി നശിപ്പിക്കുന്നതിനിടയിൽ ആനയെ ഓടിക്കാൻ പോയപ്പോഴായിരുന്നു ആക്രമണം സംഭവിച്ചത്. ദൃശ്യങ്ങളിലേക്ക് പോകാം. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ആജ്ഞ, 2 കാര്യങ്ങൾ. ഒന്ന്, ഈ പ്രദേശത്ത് സ്ഥിരമായി കാട്ടാന ആക്രമണങ്ങൾ അല്ലെങ്കിൽ വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടാകുന്ന ഒരു മേഖലയാണോ എന്നുള്ളതാണ്. ഇത് എത്ര മണിക്കാണ് ഈ സംഭവം നടന്നത്? ഹരീഷ്, പുലർച്ചെ 2:30 മണിയോടുകൂടി രാത്രി ഈ കാട്ടാന ഇതിൽ ഇറങ്ങിയപ്പോൾ, അതായത് കൃഷിയിടത്തിലേക്ക് കാട്ടാന ഇറങ്ങിയപ്പോൾ അദ്ദേഹം ഓടിക്കാൻ പോയതാണ്. ഈ വൈശ്ശേരി സ്വദേശി മോഹനാണ് കാട്ടാന ആക്രമണത്തിൽ മരിച്ചത്. അദ്ദേഹം ഈ സമയത്ത് കാട്ടാന ശല്യം, കൃഷിയിടത്തിൽ കാട്ടാന ഇറങ്ങിയത് അറിഞ്ഞ് കാട്ടാനെ ഓടിക്കാൻ പോയതാണ്. ഈ സമയത്താണ് കാട്ടാന അദ്ദേഹത്തിന് നേരെ പാഞ്ഞെടുക്കുകയും ചവിട്ടി കൊലപ്പെടുത്തുകയുമായിരുന്നു. ഇത് സ്ഥിരമായിട്ട് ഈ മോഹനന്റെ കൃഷിയിടത്തിൽ മാത്രമല്ല, ചുറ്റുഭാഗത്തുള്ള പ്രദേശങ്ങളിലെല്ലാം കാട്ടാന ശല്യം രൂക്ഷമാണ്. ഇത്തരത്തിൽ കർഷകർ ഏത് സമയത്തും ഇങ്ങനെ കാട്ടുമൃഗങ്ങളുമായി മല്ലിടുന്ന ഒരു സാഹചര്യമാണ് ഈ പ്രദേശത്തുള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അതിരപ്പള്ളി വൈശ്ശേരിയിലാണ് ഈ സംഭവം. തുടർച്ചയായിട്ട് വന്യമൃഗങ്ങൾ കൃഷിയിടത്തിൽ ഇറങ്ങി കൃഷി നശിപ്പിക്കുന്ന സാഹചര്യമുണ്ട്. അതുമാത്രമല്ല, ഇത് തന്നെ ഈ മോഹനന്റെ കൃഷിയിടത്തിൽ തന്നെ കഴിഞ്ഞ ദിവസം കാട്ടാന ശല്യം ഉണ്ടായിരുന്നു. ഇത് അവിടുത്തെ കർഷകർക്ക് ഒരു ശീലമായി മാറിയിരിക്കുന്നത്, അല്ലെങ്കിൽ അത് അവർ അതുമായി പൊരുത്തപ്പെട്ട് അതിനുള്ള ഈ കാട്ടാന ശല്യം അല്ലെങ്കിൽ വന്യമൃഗ ശല്യത്തെ എങ്ങനെ ചെറുക്കാമെന്നുള്ള രീതികളൊക്കെ അവരുടേതായ രീതികളൊക്കെ അവർ പ്രയോഗിച്ചു വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് രാത്രിയിൽ ഈ കാട്ടാന ഇറങ്ങിയ സമയത്ത്
മോഹനൻ കൃഷിയിടത്തിലേക്ക് പോയത്. കാട്ടാന ശല്യം രൂക്ഷമാണ് ഈ പ്രദേശത്ത്. അദ്ദേഹം ആ സമയത്ത് പോയ സമയത്താണ് അപ്രതീക്ഷിതമായിട്ടാണ് കാട്ടാന അദ്ദേഹത്തിന് നേരെ പാഞ്ഞെടുക്കുകയും മോഹനെ ചവിട്ടിക്കൊല്ലുകയും ചെയ്തത്. എന്തായാലും ഇന്ന് പുലർച്ചെ 2:30 മണിയോട് കൂടിയാണ് സംഭവം. മാത്രമല്ല വീട്ടുപറമ്പിൽ ഈ ആന എത്തി കൃഷിയിടത്തിൽ എത്തി സ്ഥിരം ഇത്തരത്തിൽ കൃഷി നശിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് അതിരപ്പള്ളി പഞ്ചായത്തിൽ നിന്ന് ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നേരത്തെ തന്നെ ആളുകൾ ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെ നേരത്തെ ഈ അധികൃതരെ സമീപിക്കുകയും ഒക്കെ ചെയ്തിരുന്നതാണ്. അവരുടെ പ്രശ്നത്തിനൊന്നും ഒരു പരിഹാരവും നാളിതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ള പരാതി നിരന്തരം ഉയരുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഒരു ജീവൻ കൂടി കാട്ടാന എടുക്കുന്ന ഒരവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ്. ഈ പ്രദേശത്തുള്ള ആളുകൾ, അതായത് കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകൾ ഈ പ്രദേശത്ത് ഏറെയാണ്. അതുകൊണ്ട് ഇന്ന് അതിരപ്പള്ളി പഞ്ചായത്തിൽ ഇന്ന് ഹർത്താൽ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. രാവിലെ 10 മണിക്ക് ചാലക്കുടി ആനമല അന്തർസംസ്ഥാന പാത ഉപരോധിക്കുകയും ചെയ്യും. ഹരികൃഷ്ണൻ, ആജ്ഞ തന്നെയാണല്ലോ ഈ ഏകദേശം ഒരു വർഷത്തിനിടയിൽ ഏകദേശം ഒരു 5-6 മരണങ്ങളായി ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങുന്നത് ഒരു പതിവ് കാഴ്ചയായി മാറുന്നു. അവരുടെ ജീവൻ തന്നെ ഏകദേശം ഒരു വേലിയിൽ നിൽക്കുന്നൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. ഈ മോഹനൻ തന്നെ ആയിക്കോട്ടെ പലതവണ ഇതുപോലെ കാട്ടാന ഇറങ്ങുന്ന സമയത്ത് നാട്ടുകാർക്ക് ഉപകാരിയാണ്. പലപ്പോഴായി ഈ ആനകളെ തുരത്താൻ വേണ്ടിയിട്ട് മുന്നിട്ട് ഇറങ്ങുന്ന വ്യക്തിയും കൂടിയാണ് മോഹനൻ. എന്നിട്ടും ഈ തുടർച്ചയായ മരണങ്ങൾ സംഭവിച്ചിട്ട് പോലും ഈ ഒരു അനാസ്ഥ ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യത്തിൽ നാട്ടുകാർ പ്രതിഷേധത്തിനിറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ടോ? ഹരികൃഷ്ണൻ, നാട്ടുകാർ പ്രതിഷേധത്തിനിറങ്ങുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരന്തരം ഇത്തരത്തിൽ തദ്ദേശ ഭരണകൂടത്തോടായാലും മറ്റ് അധികൃതരോടായാലും സംസ്ഥാന ഫോറസ്റ്റ് വകുപ്പിനോടായാലും ഒക്കെ അവരുടെ പ്രശ്നങ്ങൾ അവർ ഉന്നയിച്ചിട്ടുള്ളതാണ്. ഈ വന്യമൃഗശല്യം തടയാനുള്ള പ്രതിവിധികൾ അവർക്കുണ്ടാകണം. അത് അവരെ പ്രത്യേകിച്ചും ഇത്തരത്തിൽ വനമേഖലയുടെ അടുത്ത് താമസിക്കുന്ന ആളുകൾ, അത് എറണാകുളത്തായാലും ഇവിടെ തൃശ്ശൂരായാലും വിവിധ ജില്ലകളിലെ ഈ വനമേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഭാഗങ്ങളിലുള്ള ആളുകളെല്ലാം ഇത്തരത്തിലുള്ള വന്യജീവിയുമായി ബന്ധപ്പെട്ട് വന്യജീവിയോട് പോരടിച്ച് ജീവിക്കേണ്ടുന്ന സാഹചര്യമാണുള്ളത്. അതിന് വേണ്ടുന്ന അതിൽ ഫെൻസിങ്ങുകൾ ഉണ്ടാകണം, അല്ലെങ്കിൽ കിടങ്ങുകൾ ഉണ്ടാകണം, അതല്ലെങ്കിൽ മറ്റ് സമാനമായിട്ടുള്ള വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി വരാതിരിക്കാൻ സമാനമായിട്ടുള്ള രക്ഷാ സംവിധാനങ്ങൾ ഉണ്ടാകണം. ഇതൊന്നും ഉണ്ടാകാതെ ഓരോ തവണയും ഒരു കർഷകൻ മരിക്കുമ്പോൾ അതിൻ്റെ പിന്നാലെ ഈ പ്രതിഷേധവുമായി മാത്രം നടക്കുകയും പിന്നീട് ആ പ്രതിഷേധ ജ്വാല കെട്ടിടങ്ങുമ്പോൾ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് മാറുകയും ചെയ്യുന്നു. ആ സമയത്ത് നിരവധി പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ ഇത്തരത്തിൽ അതിനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കുമെന്ന് മന്ത്രിതലത്തിലായാലും അതല്ലെങ്കിൽ ഉദ്യോഗസ്ഥ തലത്തിലായാലും ഒക്കെ വാഗ്ദാനങ്ങൾ നൽകുകയും അത് പിന്നീട് പാലിക്കാതിരിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിലേക്ക് പോകുന്നു. അത് തന്നെയാണ് നിരന്തരം ഉണ്ടായിട്ടുള്ളതും. അതുകൊണ്ട് തന്നെ ഈ മോഹനൻ എന്ന് പറയുന്ന കർഷകൻ, അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത്തരത്തിൽ അവർക്ക് അവരുടേതായ രീതികൾ ഒരുപക്ഷെ പടക്കം പൊട്ടിച്ചോ ഒക്കെ ആനയെ വിരട്ടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാം. അത്തരം ഒരു രീതികളോടൊക്കെ അവർ പൊരുത്തപ്പെട്ടിട്ടുണ്ടാകാം. അത് ആ ഒരു പ്രയോഗത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം അത്ര ധൈര്യത്തെ അദ്ദേഹം കാട്ടാനെ ഇറങ്ങിയെന്ന് മനസ്സിലായപ്പോൾ കൃഷിയിടത്തിലേക്ക് ഇറങ്ങിച്ചതും ആനയെ ഓടിക്കാൻ ശ്രമിച്ചതും. അതിനിടയിലാണ് കാട്ടാന അദ്ദേഹത്തിന് നേരെ പാഞ്ഞൊടിച്ചതും മോഹനെ ചവിട്ടിക്കൊല്ലുന്ന അവസ്ഥയിലേക്ക് എത്തിയതും അങ്ങനെയാണ്. എന്തായാലും മൃതദേഹം ചാലക്കുടി ഈ ആശുപത്രിയിലാണ് ഉള്ളത്, ഈ സ്വകാര്യ ആശുപത്രിയിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. എന്തായാലും ഹർത്താലാണ് അതിരപ്പള്ളി പഞ്ചായത്തിൽ. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ചാലക്കുടി ആനമല അന്തർ സംസ്ഥാന പാതയും ഉപരോധിക്കും. ഹരി, ശരി, അതിരപ്പള്ളിയിൽ ഹർത്താലാണ്. എന്തായാലും ഇത് ആദ്യമായിട്ട് സംഭവിക്കുന്നതല്ല. ഇതിന് മുന്നേയും ഇതുപോലെ പ്രതിഷേധം ഉണ്ടാവും, ഹർത്താലുണ്ടാവും. പക്ഷേ അതൊന്ന് കെട്ടടങ്ങുമ്പോഴേക്കും വീണ്ടും ഈ സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് തന്നെ. ഇതൊക്കെ സംഭവിച്ചാൽ പോലും ഇത് വീണ്ടും തുടരുന്നൊരു സാഹചര്യമുണ്ട്. ഒരു വർഷത്തിനിടെ 6ാമത്തെ മരണമാണ്. പക്ഷേ ഒരു തരത്തിലുള്ള പ്രതിവിധി ഉണ്ടാകുന്നുമില്ല. സർക്കാർ മാറി, പക്ഷേ എന്താണ് ഇതിന് ഇനി ഒരു പ്രതിവിധി എന്നത് സംബന്ധിച്ച് ധാരണ വേണം. പ്രത്യേകിച്ച് ജനവാസ മേഖലയിൽ കാട്ടാനകൾ മാത്രമല്ല, പല രീതിയിലുള്ള വന്യമൃഗങ്ങൾ അവിടെ ഇറങ്ങുന്ന സാഹചര്യമുണ്ട്. പുലി ഇറങ്ങുന്നുണ്ട്. അങ്ങനെ ഇത് ജനങ്ങളുടെ ജീവനാണ്, അത് വെച്ചാണ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും ആജ്ഞയാണ് വിശദാംശങ്ങൾ നൽകിയത്. നമ്മൾ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ വാർത്തയുമായിട്ട് വരുമ്പോൾ 5 പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ ഉത്തരവ് ഇന്ന് വരും. 1 മുതൽ 5 വരെയുള്ള പ്രതികളുടെ ജാമ്യാപേക്ഷയാണ് പരിഗണിക്കുന്നത്. അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലായതിനാൽ ജാമ്യം നൽകരുതെന്ന് പ്രോസിക്യൂഷനും ആവശ്യപ്പെടും. കേസിൽ 6 പ്രതികൾ കൂടി പിടിയിലായി. ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 25ആയി. സാരം കൊണ്ട് വിശദാംശങ്ങളായി. സാരംഗ, ആകെ ഏകദേശം 300 പേരെയാണ് കേസിൽ പ്രതി ചേർത്തിരിക്കുന്നത്. അതിൽ അറസ്റ്റിലായവരുടെ എണ്ണം 25ആയി.
സ്വാഭാവികമായിട്ടും പ്രാഥമിക ഘട്ടത്തിലാവുന്നതേ ഉള്ളൂ. പക്ഷേ കോടതിയിലേക്ക് വരുമ്പോഴേക്കും എങ്ങനെയായിരിക്കും ഇത് ഡിഫെൻഡ് ചെയ്യാൻ നോക്കുക? ജാമ്യത്തിലുള്ള സാധ്യത കാണുന്നുണ്ടോ? ഹരി, അത്തരത്തിലൊരു സാധ്യത വളരെ കുറവാണ്. കാരണം ദൃശ്യങ്ങളിലടക്കം കൃത്യമായി ഈ ഒരു ആക്രമണം ഗേറ്റ് വഴി പുറത്തേക്ക് ഇറങ്ങുന്ന വാഹനത്തെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന തരത്തിലേക്ക്, അതായത് അവിടെ നിന്ന് നീങ്ങുന്ന വാഹനത്തെ പോലും പിന്നാലെ ചെന്ന് പിന്നിലെ ഗ്ലാസുകളടക്കം അടിച്ചു തകർക്കുന്ന രീതിയിലായിരുന്നു അന്ന് നടന്ന അനിഷ്ട സംഭവങ്ങളിൽ നമ്മൾ വ്യക്തമായത്. മാത്രമല്ല എല്ലാ വാർത്താമാധ്യമങ്ങളിലടക്കം ദൃശ്യങ്ങൾ വളരെ വ്യക്തമായി പതിച്ചിരുന്നു. അതുപയോഗിച്ച് തന്നെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് അടക്കം എത്തിയ പോലീസ് കൃത്യമായ ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ട് ഇന്നേ പ്രതികളാണ് ഇവിടെ ഒളിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അവിടെ അഭയം പ്രാപിച്ചിരിക്കുന്നതെന്ന് കൃത്യമായി കാണിച്ചുകൊണ്ടായിരുന്നു പോലീസ് മുന്നോട്ട് പോയത്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ ഭാഗത്ത് തെളിവുകളുടെ ഒരു കുറവ് ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഒരു ആക്രമണം നടത്തിയതിൽ ചിലർ സ്ഥിരം ഇത്തരത്തിലുള്ള പല ലഹരി കേസുകളിലടക്കം ഉൾപ്പെട്ടിട്ടുള്ള ആൾക്കാരാണെന്നടക്കം തുടക്കത്തിൽ തന്നെ വിവരങ്ങൾ പുറത്തേക്ക് വന്നിരുന്നു. മാത്രമല്ല ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കുക അതിൻ്റെ ഭാഗമായി, അതായത് സെൻട്രൽ ഏജൻസിയാണ് അവരെ വധശ്രമം അടക്കമുള്ള ഗുരുതരമായ കുറ്റങ്ങളിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യും. മാത്രമല്ല ഇത് വലിയ രാഷ്ട്രീയ വിവാദമാവുകയും ചെയ്തിട്ടുണ്ട്. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നൊരു കാര്യം കൂടിയാണ്. കാരണം ഈ ഒരു എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണം നടക്കുന്നു, അതുമായി ബന്ധപ്പെട്ട കൃത്യമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെയൊരു ആക്രമണം അത് വെച്ച് പുലർത്താൻ സാധിക്കില്ല എന്ന് തന്നെയായിരിക്കും കോടതി എടുക്കാനുള്ള നിലപാട്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു ഡിഫൻസ് എന്ന രീതിയിലേക്ക് എങ്ങനെയായിരിക്കും അത് ഈ ഒരു പ്രതികളുടെ ജാമ്യത്തിന് വേണ്ടി പ്രതിഭാഗം ബാധിക്കുക എന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ നോക്കേണ്ടി വരും. കാരണം ഇതിൽ അതായത് സ്ഥിരം കുറ്റവാളികളും ഒപ്പം തന്നെ CPM-മായി ചേർന്ന് നിൽക്കുന്ന പലരും ഈ ഒരു ആക്രമണത്തിൽ പങ്കാളികളായിട്ടുണ്ട്. കണ്ടാൽ അറിയാവുന്ന 300 പേർക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അത്രയും വലിയൊരു ആൾക്കൂട്ടമായിരുന്നു. അതിൽ പോലീസിന് നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ആക്രമണം കടന്നപ്പോഴാണ് പിന്നീട് വാഹനങ്ങൾ പൂർണ്ണമായും തകർക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തത്. എന്തുതന്നെയായാലും ജാമ്യം എന്നത് അത്ര എളുപ്പമായിരിക്കില്ല. കാരണം ദൃശ്യങ്ങളടക്കം കൃത്യമായി എത്തുന്നു, പ്രതികളെ കൃത്യമായി നോട്ട് ചെയ്തുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്യുന്നു. പലരെയും പല ഭാഗങ്ങളിലും നിന്നാണ് അറസ്റ്റ് ചെയ്യുകയും പിന്നീട് തുടക്കത്തിൽ പലരെയും CPM നേരിട്ട് അല്ലെങ്കിൽ ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്നും പിന്നീട് അത് വിക്രി ജംഗ്ഷനിലേക്ക് എത്തി അവിടെ നിന്നും കീഴടങ്ങുകയായിരുന്നു. പലരും IPB-അടക്കമുള്ള ആൾക്കാർ പിന്നീട് കീഴടങ്ങുകയും ചെയ്തു. 25 പേർ ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട്. ഇനിയും പ്രതികളുണ്ടെന്ന് തന്നെയാണ് പോലീസിൻ്റെ മുന്നോട്ടുള്ള പോക്കിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തിനായാലും ഇന്നത്തെ ജാമ്യം അത് അത്ര എളുപ്പമാകില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഹരി, അല്ല സാറേ, ഇപ്പോൾ പാളയം സന്തോഷിന് ഉൾപ്പെടെ ഒളിവിൽ കഴിയുന്ന സാഹചര്യമുണ്ട്. അദ്ദേഹത്തെ ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ഒരു പോലീസിൻ്റെ വീഴ്ച എന്ന് പറയാൻ പറ്റുമോ? 300 പേരോളം പ്രതിപട്ടികയിലുണ്ട്, 25 പേര് മാത്രമേ അറസ്റ്റിലായിട്ടുള്ളൂ. ഇതൊരു സാഹചര്യം കൊണ്ടുണ്ടല്ലോ. തീർച്ചയായും. കാരണം കീഴടങ്ങാനുള്ളൊരു സാവകാശം നൽകിയിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം പലരും പാർട്ടിയുമായി നേരിട്ട് ബന്ധം പുലർത്തിയ ആൾക്കാർ തന്നെയാണ്, അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരായി വാർഡ് കൗൺസിലർമാരടക്കമായി പ്രവർത്തിച്ച പലരുമാണ് ഈ കേസിൽ പ്രധാന പ്രതികളായി മുന്നോട്ട് വരുന്നത്. അതിനൊപ്പം തന്നെ അവിടെ സംഘം ചേർന്നിരുന്ന പല നാട്ടുകാരും ഈ പാർട്ടിയോട് അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരായിട്ടുള്ള സാധാരണക്കാരടക്കം ഈ കേസിൽ പ്രതികളാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം അടക്കം ആറ്റുകാൽ ഉണ്ണിയടക്കം കീഴടങ്ങാനുള്ളൊരു സാഹചര്യം ഒരുക്കി നൽകിയായിരുന്നു. പക്ഷേ പോലീസ് ഈ ഒരു ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്? കാരണം വലിയ സമ്മർദ്ദം ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന കാര്യം തീർച്ചയാണ്. കാരണം ആക്രമണം കുറച്ച് സമയം, അതായത് ഏതാനും നിമിഷങ്ങൾ കൂടി നീണ്ടു നിൽക്കുകയായിരുന്നുണ്ടെങ്കിൽ ഈ അവിടേക്ക് എത്തിയ ED ഉദ്യോഗസ്ഥരെ ദേഹോപദ്രവം ഏൽക്കുന്ന തരത്തിലേക്ക് അടക്കം കാര്യങ്ങൾ എത്തിയേനെ. ഭാഗ്യവശാൽ വാഹനത്തിൻ്റെ ഡ്രൈവർക്ക് മാത്രമാണ് പരിക്ക് പറ്റിയത്. അതുകൊണ്ട് തന്നെ പോലീസ് കൃത്യമായി നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നുണ്ട്. പക്ഷേ അറസ്റ്റിലേക്ക് എത്തുന്നത് അത് വലിയ നമ്പർ ഓഫ് ഒരുപാട് ആൾക്കാരിലേക്ക് എത്തേണ്ടതുണ്ട്. പക്ഷേ അതിൽ പ്രധാനപ്പെട്ട 25 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ ഹരി സൂചിപ്പിച്ച പോലെ തന്നെ മറ്റ് പലരും ഇനിയും അറസ്റ്റിലേക്ക് എത്തേണ്ടതുണ്ട്. അതിൽ ബാഹ്യസമ്മർദ്ദമുണ്ടോ എന്ന കാര്യത്തിലടക്കം സംശയമുണ്ട്. കാരണം ഇത്തരത്തിൽ അതായത് ഇങ്ങനൊരു ജനകീയ പ്രക്ഷോഭമാണെന്നായിരുന്നു LDF നേതൃത്വത്തിൻ്റെ അടക്കം ഭാഗത്തു നിന്ന് വന്ന, അല്ലെങ്കിൽ കാര്യമായ ഒരു സംഭവം അവിടെ നടന്നിട്ടില്ല, അനിഷ്ട സംഭവത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്നടക്കം പല നേതാക്കന്മാരും അതിനെ വലിയ രീതിയിൽ വിശദീകരിച്ചിരുന്നു. പക്ഷേ ഈ ദിവസങ്ങളിൽ ഇന്ന് തന്നെ മറ്റ് അറസ്റ്റിലേക്ക് തന്നെ കടക്കാനാണ് സാധ്യത. മറ്റുള്ളവർക്ക് ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കോടതി നടപടിക്രമങ്ങളും അതും പ്രതികൾക്ക് അത്ര അനുകൂലമായി വരാനുള്ളൊരു സാധ്യതയും കുറവാണ്. ഹരി, ശരി, വ്യക്തമാണ്. എന്തായാലും പിണറായി വിജയൻ്റെ വീട്ടിലെ റെയ്ഡും ആക്രമണവും പ്രതിഷേധവും ഒക്കെ നമ്മൾ കണ്ടതാണ്. ED ഉദ്യോഗസ്ഥരുടെ വാഹനം ആക്രമിക്കുന്നതും ഇഷ്ടികയും കല്ലും ഒക്കെ എടുത്താണ് ED ഉദ്യോഗസ്ഥരുടെ സഞ്ചരിച്ചുകൊണ്ടിരുന്ന വാഹനമൊക്കെ ആക്രമിച്ചുകൊണ്ടിരുന്നത്. ആ ചില്ലൊക്കെ തകർക്കുന്ന കാഴ്ചയാണ്. ഇപ്പോഴും ഭയമാണ്. എന്തായാലും 1 മുതൽ 5 വരെയുള്ള പ്രതികളുടെ ജാമ്യാപേക്ഷയിലാണ് ഉത്തരവെന്ന് വരാൻ പോകുന്നത്. ജാമ്യം കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം പ്രാഥമിക ഘട്ടത്തിലാണ് അന്വേഷണം നിൽക്കുന്നത്. 25 പേര് അറസ്റ്റിലായിട്ടുണ്ട്. പാളയം സന്തോഷ് ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴും പുറത്തു വഴിയാണ്. അവർക്ക് വേണ്ടി പോലീസ് ലുക്കൗട്ട് നോട്ടീസ് അയച്ചിട്ടുണ്ട്. 300 പേരോളം പ്രതിപട്ടിക ഉണ്ട്. അങ്ങനെ പല സാധ്യതയിൽ നിൽക്കുന്നതാണ് EDയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പിന്നീട് നടന്ന കാര്യങ്ങളിലേക്ക് വരുമ്പോൾ. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് നിയമസഭാ കക്ഷിയോഗം ചേരാനാകാതെ ഇടതുമുന്നണി. ഉപനേതാവ് പദവി വേണമെന്ന് CPI നിർബന്ധം പിടിക്കുന്നതാണ് പ്രതിസന്ധിക്ക് കാരണം. കേന്ദ്ര കമ്മിറ്റി അംഗം KN ബാലഗോപാലിനെ ഉപനേതാവാക്കാനാണ് CPM-ന്റെ നീക്കം.
തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആദ്യ സഭാ സമ്മേളനത്തിന് മുൻപ് മുന്നണിയുടെ നിയമസഭാ കക്ഷിയോഗം ചേരാറാണ് പതിവ്. MLA-മാരുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തെരഞ്ഞെടുപ്പും നയപ്രഖ്യാപനവുമൊക്കെ കഴിഞ്ഞിട്ടും പ്രതിപക്ഷ മുന്നണിക്ക് കക്ഷിയോഗം വിളിക്കാൻ സാധിച്ചിട്ടില്ല. സാങ്കേതികമായി ഇല്ലാത്ത ഒരു പദവിക്ക് വേണ്ടിയാണ് CPM-ഉം CPI-യും തർക്കിക്കുന്നത്. നിയമസഭാ ചട്ടങ്ങളിൽ ഒരിടത്തും പ്രതിപക്ഷ ഉപനേതാവ് എന്ന പദവിയില്ല. എന്നാൽ 2006 മുതൽ രണ്ട് മുന്നണികളും ഉപനേതാവായി തങ്ങളുടെ മുതിർന്ന MLA-മാരെ ഉയർത്തിക്കാട്ടാറുണ്ട്. സഭാ നടപടികളിൽ പങ്കെടുക്കുമ്പോൾ സ്പീക്കർമാർ ഉപനേതാവ് എന്ന് സംബോധന ചെയ്യാനും തുടങ്ങി. G. കാർത്തികേയനും കോടിയേരി ബാലകൃഷ്ണനും MK മുനീറും PK കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ അങ്ങനെ വിവിധ സർക്കാരുകളുടെ കാലത്ത് പ്രതിപക്ഷ ഉപനേതാക്കളായി. ഇടതുമുന്നണി ഭരണത്തിൽ വരുമ്പോൾ പ്രതിപക്ഷ നേതൃസ്ഥാനവും ഉപനേതൃപദവിയും CPM-ആണ് കൈവശം വയ്ക്കാറുള്ളത്. ഇത്തവണ ഉപനേതാവ് സ്ഥാനം വേണമെന്ന് ആദ്യമേ CPI ആവശ്യപ്പെട്ടു. അത് വിട്ടു നൽകാൻ കഴിയില്ലെന്ന നിലപാടാണ് CPM-ന്. എന്തായാലും CPI നിലപാടാണ് പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം CPIക്ക് ലഭിച്ചത്. അത് CPI ശ്രമിക്കുകയാണ്. CPM-ന്റെ നിയമസഭാ കക്ഷിയോഗം ചേരാനും ഇത്തവണ വൈകി. ഇന്നലെ ചേർന്ന യോഗം നിയമസഭാ കക്ഷി സെക്രട്ടറിയായി സജി ചെറിയാനെയും വിപ്പായി മുഹമ്മദ് റിയാസിനെയും തിരഞ്ഞെടുത്തു. എന്നാൽ ഉപനേതാവിന്റെ കാര്യത്തിൽ തീരുമാനമെടുത്തില്ല. കൊട്ടാരക്കര MLA-യും മുൻ ധനമന്ത്രിയുമായ KN ബാലഗോപാലിനെ ഉപനേതാവാക്കാനാണ് CPM-ന്റെ തീരുമാനം. CPI തർക്കമുന്നയിക്കുന്നതിനാൽ അതിലേക്ക് കടക്കാനും കഴിയുന്നില്ല. പദവി CPM വിട്ടു നൽകിയാൽ ഒല്ലൂർ MLA-യും മുൻ റവന്യൂ മന്ത്രിയുമായ K. രാജൻ ഉപനേതാവാകും. BV അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ ചാലക്കുടി MP-യുമായ KP ധനപാലൻ അന്തരിച്ചു. 76 വയസ്സായിരുന്നു. കൊച്ചിയിലെ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചതിന് പിന്നാലെയാണ് മരണം സംഭവിച്ചത്. എറണാകുളം DCC പ്രസിഡന്റായിരുന്നു. കോൺഗ്രസിൽ AK ആന്റണിയുടെ വിശ്വസ്തനായിരുന്നു. ആജ്ഞ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ആജ്ഞ, എറണാകുളം ജില്ലയിലെ തന്നെ ശക്തനായ കോൺഗ്രസ് നേതാവ് തന്നെയായിരുന്നു AK ആന്റണിയുടെ വിശ്വസ്തൻ. ഈ വാർത്തയ്ക്ക് സഹജമായ അസുഖം തന്നെയാണോ കാരണം? ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു, അതോ ആശുപത്രിയിൽ വെച്ചായിരുന്നു? ഹരീഷിനെ ആശുപത്രിയിലേക്ക് എത്തിച്ച ശേഷമാണ് മരണമുണ്ടായത്. ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. തുടർന്നാണ് അദ്ദേഹത്തിന് മരണം സംഭവിച്ചത്. എന്തായാലും നമുക്കറിയാം, ചാലക്കുടി MP ആയിരുന്നു 2009 മുതൽ, അതായത് 15ാം ലോക്സഭയിൽ ചാലക്കുടി MP ആയിരുന്നു അദ്ദേഹം. എറണാകുളം DCC പ്രസിഡന്റായിരുന്നു. അതുപോലെ വിദ്യാർത്ഥി സംഘടനയിൽ നിന്ന് തന്നെ വളർന്നു വന്നിട്ടുള്ളൊരു നേതാവാണ്. KSUവിൻ്റെ യൂണിറ്റ് പ്രസിഡന്റായി തുടങ്ങി, അല്ലെങ്കിൽ സാധാരണ വിദ്യാർത്ഥി സംഘടനയുടെ ഭാഗമായി സാധാരണ പ്രവർത്തകനായി തുടങ്ങി പടിപടിയായി വളർന്നു വന്ന നേതാവാണ്, ഉയർന്നു വന്ന നേതാവാണ് ശ്രീ KP ധനപാലൻ. അതുപോലെ KSUവിൻ്റെ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു, അതുപോലെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു, തുടർന്ന് യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ആയിരുന്നു, തുടർന്ന് ഇങ്ങോട്ട് എറണാകുളം DCC പ്രസിഡന്റായും സെക്രട്ടറിയായിട്ടും അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, നോർത്ത് പറവൂരിൽ അദ്ദേഹം നേരത്തെ, അതായത് 1979 മുതൽ 84 വരെ മുനിസിപ്പൽ ചെയർമാനായിരുന്നു. തുടർന്ന് 95 മുതൽ 2000 വരെ കൗൺസിലറായിട്ടും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. 2014 തെരഞ്ഞെടുപ്പിൽ സീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചു മാറിയതിനെ തുടർന്ന് KP ധനപാലൻ മത്സരിച്ച മണ്ഡലത്തിൽ പിന്നീട് തോറ്റുപോവുകയെന്ന അതേസമയം, അതായത് ചാലക്കുടിയിൽ സിറ്റിംഗ് MP ആയിരുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹത്തെ മറ്റൊരു മണ്ഡലത്തിലേക്ക് അദ്ദേഹം മത്സരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ധനപാലൻ അവിടെ തോറ്റുപോവുകയായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും പടിപടിയായി ഉയർന്നിട്ടുള്ള, അല്ലെങ്കിൽ നേരത്തെ ഹരീഷൻ സൂചിപ്പിച്ചതുപോലെ AK ആന്റണിയുടെ വിശ്വസ്തനായിരുന്ന അദ്ദേഹം പാർട്ടിയിൽ, അതായത് കോൺഗ്രസിൽ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിത്വം തന്നെ ആയിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. മികച്ച സംഘടനാ പാഠവുമുള്ള ഒരു നേതാവ് കൂടിയായിരുന്നു KP ധനപാലൻ എന്ന് വേണം പറയാൻ. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓരോ ഘട്ടത്തിലും, അതായത് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ അതിൻ്റേതായ സംഘടനാ മികവോടുകൂടി, അതുപോലെ യുവാവായിരിക്കുമ്പോൾ യൂത്തിൻ്റേതായ സംഘടനാ മികവോടുകൂടിയൊക്കെ കൃത്യമായ ഭാഗങ്ങൾ, ഈ സംഘടനയുടെ കൃത്യമായ ഭാഗഭാക്കാകുന്നതിൽ അദ്ദേഹം തൻ്റെ പ്രാവീണ്യം പ്രകടിപ്പിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയാണ്. എന്തായാലും കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ, പറവൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. 76 വയസ്സായിരുന്നു. എടുത്തു പറയത്തക്ക പ്രവർത്തന മികവോടുകൂടി കേരളത്തിൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള രാഷ്ട്രീയ നേതാവ് കൂടിയാണ് ശ്രീ KP ധനപാലൻ. മുൻ MP, മുതിർന്ന കോൺഗ്രസ് നേതാവ്, പടിപടിയായിട്ടുള്ള വളർച്ച അത് തന്നെയായിരുന്നു KP ധനപാലൻ്റെ ജീവിതം. മരണപ്പെട്ട വാക്കിന് രവീന്ദ്രനാണ് വിശദാംശങ്ങൾ ചെയ്തത്. മുതിർന്ന CPM നേതാവ് TP ദാസൻ അന്തരിച്ചു. 76 വയസ്സായിരുന്നു. കോഴിക്കോട് മുൻ മേയറാണ്. സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് കൂടിയായിരുന്നു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും കൂടിയായിരുന്നു.
ഇന്നലെ അന്തരിച്ച മുൻ മന്ത്രിയും കേരള കോൺഗ്രസ് നേതാവുമായ TU കുരുവിളയുടെ സംസ്കാരം നാളെ നടക്കും. ഇന്നലെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത്. ദീർഘകാലമായി ചികിത്സയിലായിരുന്നു. VS അച്യുതാനന്ദൻ സർക്കാരിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായും പ്രവർത്തിച്ചു. നമ്മൾ ഇനി ഇന്റർനാഷണൽ വാർത്തയിലേക്ക് പോകുമ്പോൾ ഇറാൻ US വെടിനിർത്തൽ ധാരണയിൽ നിലപാട് അറിയിക്കാതെ ട്രംപ് വൈറ്റ് ഹൗസിൽ ചേർന്ന ദേശീയ സുരക്ഷാ സമിതി യോഗത്തിന് ശേഷം തീരുമാനം അറിയിക്കുമെന്നായിരുന്നു പ്രസിഡന്റ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിരുന്നത്. എന്നാൽ 2 മണിക്കൂർ നീണ്ടുനിന്ന യോഗം അവസാനിച്ചിട്ടും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ല. അതേസമയം ട്രംപ് അവകാശപ്പെട്ടതുപോലെ ആണവ സാമഗ്രികൾ നശിപ്പിക്കുന്നത് സമാധാന കരാർ വ്യവസ്ഥയിൽ നിന്നാണ് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അജയ് സുധാ ബിജു ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അജയ്, ട്രംപ് വീണ്ടും ഒന്ന് പറയുന്നു, അത് നടക്കുന്നുമില്ല. നേരെ മറിച്ച് ഇറാൻ ആവട്ടെ ട്രംപ് പറയുന്നതൊക്കെ വെറുതെയാണ് എന്നുള്ള രീതിയിലേക്കുള്ള നിലപാടും വന്നിട്ടുണ്ട്. എന്താണ് വിശദാംശം? ഹരി, സമാധാന കരാർ ഒരു കരയ്ക്കെടുക്കാത്ത സാഹചര്യം തന്നെയാണ് നമുക്ക് ഇന്നത്തെ ദിവസവും കാണാനാകുന്നത്. കഴിഞ്ഞ ദിവസം ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ എല്ലാവരും വളരെ പ്രതീക്ഷയോടെയാണ് അത് നോക്കിക്കണ്ടത്. വൈറ്റ് ഹൗസിലെ സിറ്റുവേഷൻ റൂമിൽ ഒരു സുരക്ഷാ സമിതി യോഗം ചേരുകയാണ്. ആ സുരക്ഷാ സമിതി യോഗത്തിൽ ചർച്ച ചെയ്തതിന് ശേഷം താൻ തന്റെ അന്തിമ തീരുമാനം അറിയിക്കുമെന്നാണ് ട്രംപ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ട്രൂത്ത് സോഷ്യലിലൂടെ അദ്ദേഹം നിലപാട് അറിയിച്ചിരുന്നത്. പക്ഷേ അതിനോടൊപ്പം തന്നെ ഈ സമാധാന കരാറിന്റെ കരട് രേഖയിൽ പറയുന്ന ചില വ്യവസ്ഥകളും ട്രംപ് പങ്കുവച്ചിരുന്നു. ഈ വ്യവസ്ഥകൾ ചർച്ചയായപ്പോൾ തന്നെ ഇതിൽ പലതും ഇറാൻ അംഗീകരിച്ചിരിക്കില്ല എന്നുള്ള അഭ്യൂഹങ്ങൾ വന്നിരുന്നു. എന്നാലും ട്രംപിന്റെ തീരുമാനമായിരുന്നു എല്ലാവരും ഉറ്റുനോക്കിയിരുന്നത്. ട്രംപ് ആ പറഞ്ഞ വ്യവസ്ഥകളിൽ ചിലതെന്ന് പറയുന്നത് ഒരിക്കലും ഒരു ആണവായുധം നിർമ്മിക്കില്ല എന്നുള്ള ഉറപ്പ് US നൽകണം. അതുപോലെ ഹോർമുസ് കടലെടുക്ക് പൂർണ്ണമായി തുറക്കണം. യാതൊരുവിധ ടോളും അവിടെ ഒരു കപ്പലിൽ നിന്നും ഈടാക്കാൻ പാടില്ല. അതുപോലെ എന്തെങ്കിലും അണ്ടർ വാട്ടർ സീ മൈനുകൾ ഇറാൻ ഇപ്പോഴും കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ അവ എത്രയും വേഗം നീക്കം ചെയ്യണം. അതുപോലെ ഇത്രയും കാര്യങ്ങൾ, അതുപോലെ അതായത് ഈ ഉപരോധം, അതുപോലെ ആണവായുധം നിർമ്മിക്കില്ല എന്നുള്ള ഉറപ്പ്, ഇതെല്ലാം അംഗീകരിക്കുകയാണെങ്കിൽ മാത്രം US ഹോർമുസ് കടലിടുക്കിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഉപരോധം അവസാനിപ്പിക്കുമെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഇറാനിലുള്ള ന്യൂക്ലിയർ ഡസ്റ്റിന്റെ കാര്യം, അതായത് സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉൾപ്പെടെയുള്ള ആണവ സാമഗ്രികളുടെ കാര്യം, ഈ ആണവ സാമഗ്രികൾ US അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുമായി ചേർന്ന് നശിപ്പിക്കുമെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യൽ കുറിച്ചിട്ടുണ്ട്. അതുപോലെ ഇനിയൊരു തീരുമാനം ഉണ്ടാകുന്നത് വരെ യാതൊരുവിധ സാമഗ്രികളുടെയും അതുപോലെ തന്നെ പണത്തിൻ്റെയും വിനിമയം ഉണ്ടാകില്ല എന്നും ട്രംപ് തൻ്റെ ഈ പോസ്റ്റിൽ അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ ഇത്തരം ട്രംപിൻ്റെ ഈയൊരു വാദങ്ങളെല്ലാം സത്യവും അസത്യവും കലർന്നതാണെന്നാണ് ചില ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രധാനമായിട്ടും IRGCയുമായി ചേർന്ന് നിൽക്കുന്ന മാധ്യമങ്ങളാണ് ഇത്തരമൊരു അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്. അവരുടെ ഒരു വാദമനുസരിച്ച് ആണവായുധ വിഷയം ഒന്നും തന്നെ സമാധാന കരാറിൻ്റെ ഭാഗമായിട്ടില്ല. അതുപോലെ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായി തുറക്കുന്ന കാര്യം തങ്ങൾ സമ്മതിച്ചിട്ടില്ല. ഇറാന്റെ സുരക്ഷയും അതുപോലെ തന്നെ മറ്റ് ദേശീയ സാഹചര്യങ്ങളും കൂടി കണക്കിലെടുത്തുകൊണ്ട് മാത്രമായിരിക്കും ഹോർമുസ് കടലിടുക്ക് തുറക്കുക എന്നാണ് ഇറാനിയൻ മാധ്യമങ്ങൾ അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ, ഈ ആണവ സാമഗ്രികൾ, ന്യൂക്ലിയർ ഡസ്റ്റ് തുടങ്ങിയിട്ടുള്ളവ US നശിപ്പിക്കുമെന്നുള്ള ആ ഒരു വാദവും നിലവിൽ അവർ തള്ളിക്കളയുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ ഇറാൻ പറയുന്നത് അവരുടെ ഒരു നഷ്ടപരിഹാരത്തിന്റെ കാര്യം, അതായത് യുദ്ധം കാരണം ഇറാനിലുണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങൾക്ക് പരിഹാരമായിട്ട് $12 ബില്യൺ നൽകണം എന്നുള്ള ആവശ്യം കൂടി ഇറാനിയൻ മാധ്യമങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് സ്ഥിരീകരിക്കാവുന്ന ഇറാന്റെ ചില മുതിർന്ന ഉപദേഷ്ടാക്കളാണെങ്കിലും അവരുടെ ചില മുതിർന്ന നേതാക്കളാണെങ്കിലും പറയുന്നത്, ഇപ്പോൾ നമുക്ക് നോക്കിയാൽ ഇറാന്റെ വിദേശകാര്യ വക്താവായിട്ടുള്ള ഇസ്മായിൽ ബഗൈ പറയുന്നത് നിലവിൽ അമേരിക്കയും ഇറാനും തമ്മിൽ ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു തീരുമാനവും ഇതുവരെ ഈ ഘട്ടത്തിൽ എടുത്തിട്ടില്ല എന്ന് ഇസ്മായിൽ ബഗൈ പറയുന്നു. അതുപോലെ അവരുടെ പാർലമെന്റ് സ്പീക്കറായിട്ടുള്ള മുഹമ്മദ് ബാഖർ ഖാലിബാഫ് പറയുന്നത് US-ഉമായിട്ടുള്ള സമാധാന കരാർ വാക്കുകൾ കൊണ്ട് വിശദീകരിക്കാനാകുന്നതല്ല, അമേരിക്കയുടെ പ്രവൃത്തി അടിസ്ഥാനമാക്കിയിരിക്കും ഇതിൻ്റെ ഒരു ഭാവി എന്നാണ് MB ഖാലിബാഫും കൂട്ടിച്ചേർക്കുന്നത്. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ട്രംപും മൗനം തുടരുകയാണ്. ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും കടുംപിടുത്തമുണ്ട്. അപ്പോൾ ഒരു സമാധാന കരാർ അത് ഇപ്പോൾ ഈയൊരു ഘട്ടത്തിൽ സമവായത്തിൽ എത്തിയിട്ടില്ല എന്നാണ് നമുക്ക് കാണാനാകുന്നത്. അല്ല അജയ്, അത് തന്നെയാണ് ഈ $12 ബില്യൺ ബന്ധപ്പെട്ടുള്ള കേസ്. അത് ഉടനെ തന്നെ കിട്ടണം, അല്ലെങ്കിൽ ഈ നെഗോസിയേഷൻസിലേക്ക് നീങ്ങില്ല എന്നുള്ള രീതിയിലേക്കും കൂടെ കാര്യങ്ങൾ മാറുകയാണ്. അപ്പോൾ ഈ രണ്ട് ഭാഗത്തു നിന്നും ഈ ഒരു വടംവലി ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്നും ഒരു ശാന്തമായ വാർത്ത പ്രതീക്ഷിക്കേണ്ട എന്ന രീതിയിലേക്ക് തന്നെയാണോ കാര്യങ്ങൾ നീങ്ങുന്നത്?
തീർച്ചയായിട്ടും ഇപ്പോൾ കടുത്ത നിയന്ത്രണങ്ങളിലൂടെയാണ് ഇപ്പോൾ ഇറാൻ ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള കപ്പലുകൾ കടത്തിവിടുന്നത്. ദിവസവും ഒരു 20 അല്ലെങ്കിൽ 25 കപ്പലുകൾ മാത്രമാണ് ഹോർമുസ് കടലിടുക്ക് വഴി ഇറാൻ കടത്തിവിടുന്നത്. ചില കപ്പലുകൾ, അതായത് ഇറാന്റെ അനുമതിയില്ലാതെ റഡാർ സംവിധാനമൊക്കെ ഓഫ് ചെയ്ത് സാഹസിക മാർഗങ്ങളിലൂടെ ഹോർമുസ് കടലിടുക്ക് കടക്കാൻ ശ്രമിക്കുന്ന ചില കപ്പലുകൾക്ക് നേരെ അവർ വാർണിംഗ് സൈൻ എന്നുള്ള നിലയ്ക്ക് വെടിയുതിർക്കുന്ന ചില നടപടികളും ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ കപ്പൽ ഗതാഗതം ഇപ്പോഴും ഒരു പ്രതിസന്ധിയിലാണെന്ന് നമുക്ക് കാണാനാകും. ഇതിനു പുറമെ US-ന്റെ ഉപരോധം കൂടിയുണ്ട്. അതായത് ഇറാനുമായിട്ട് വ്യാപാരം നടത്തുന്ന രാജ്യങ്ങൾക്ക് അവരുടെ സാമഗ്രികളാണെങ്കിലും ഇപ്പോൾ അതുവഴി അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ സാധിക്കാത്ത ഒരവസ്ഥയാണ്. അപ്പോൾ ഇത്തരത്തിലൊരു പൂർണ്ണമായിട്ടും ഹോർമുസ് കടലിടുക്കിലെ പ്രതിസന്ധികൾ ഇപ്പോഴും തുടരുന്നതാണ് ലോകരാജ്യങ്ങളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ആശങ്കയിലാക്കുന്ന ഒരു കാര്യം. ഇപ്പോഴും അമേരിക്കയും ഇറാനും രണ്ട് നിലപാടിൽ നിൽക്കുന്ന ആ ഒരു സ്ഥിതിവിശേഷം കാരണം ഈ ക്രൂഡ് ഓയിൽ വിലയാണെങ്കിലും അധികം താഴേക്ക് വന്നിട്ടില്ല. ഈ $100 താഴെ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ക്രൂഡ് ഓയിലിൻ്റെ വില നിൽക്കുന്നുണ്ട്. അത് ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ എന്തെങ്കിലും തരത്തിലുള്ള ഒരു തെറ്റ് ഈ സമാധാന കരാറിൽ ട്രംപ് ഇപ്പോൾ കൂടുതൽ വ്യവസ്ഥകൾ കൊണ്ടുവരാനോ അല്ലെങ്കിൽ ഈ സമാധാന കരാർ തള്ളിക്കളയുന്ന തരത്തിലുള്ള എന്തെങ്കിലും നീക്കം ട്രംപിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഇറാൻ്റെ ഭാഗത്തു നിന്നോ ഉണ്ടായാൽ ഈ ക്രൂഡ് ഓയിലിൻ്റെ വിലയാണെങ്കിലും അനിയന്ത്രിതമായി മുകളിലേക്ക് പോകാനുള്ള സാഹചര്യമുണ്ട്. എന്തായാലും ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥയിൽ ട്രംപിൻ്റെ നിലപാട് തന്നെയാണ് ഏറ്റവും നിർണായകം. ഈ സുരക്ഷാ സമിതി യോഗം ഉൾപ്പെടെ കഴിഞ്ഞു. അപ്പോൾ ട്രംപിൻ്റെ ഒരു നിലപാട് അദ്ദേഹം വരും മണിക്കൂറുകളിൽ ട്രൂ സോഷ്യൽ വഴിയോ അല്ലെങ്കിൽ വൈറ്റ് ഹൗസിൽ വെച്ച് മാധ്യമങ്ങളെ കണ്ടോ വിശദീകരിക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഒന്നുകിൽ ട്രൂത്ത് സോഷ്യൽ വഴി അല്ലെങ്കിൽ വൈറ്റ് ഹൗസിൽ മാധ്യമങ്ങൾ മുന്നിൽ കണ്ട് ട്രംപ് ഇതുവരെ നിലപാട് വ്യക്തമാക്കാത്ത ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. പ്രത്യേകിച്ച് വൈറ്റ് ഹൗസിലെ സിറ്റുവേഷൻ റൂമിൽ മീറ്റിംഗിന് ശേഷം ഒന്ന് പറയാം എന്നാണ് ട്രംപ് പറഞ്ഞിരുന്നത്. പക്ഷേ ഒന്നും പറഞ്ഞില്ല, മൗനമായി തന്നെ തുടരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ചോദ്യചിഹ്നത്തിൽ നിൽക്കുകയാണ്. ഫെബ്രുവരി 28 തുടങ്ങിയ യുദ്ധമാണ്. ഇപ്പോൾ മെയ് മാസം 30 3 മാസം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും എന്താണ് അവസ്ഥ എന്നതിനെ സംബന്ധിച്ച് ചോദിച്ചാൽ ഒരു ധാരണയില്ല. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്തും. താരസംഘടന അമ്മയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ നടി അൻസിബ ഹസൻ കൊടുത്ത പരാതിയിൽ പോലീസ് നടപടികൾ ഇന്നറിയാം. അൻസിബ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി പോലീസിലേക്ക് ഇന്നലെ കൈമാറിയിരുന്നു. ലക്ഷ്മിപ്രിയയ്ക്കും തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിലെ വനിതാ SI രേഷ്മയ്ക്കുമെതിരെ കേസെടുക്കണമെന്നും ഇവരിൽ നിന്ന് ₹1 കോടി നഷ്ടപരിഹാരം ഈടാക്കി തനിക്ക് നൽകണമെന്നുമാണ് പരാതിയിലെ ആവശ്യം. അൻസിബയെയും പരാതിയുള്ള മറ്റുള്ളവരെയും കേൾക്കാൻ തയ്യാറായ അമ്മ നേതൃത്വം അൻസിബ മുന്നോട്ട് വെച്ച ആവശ്യം ഇതുവരെ പരിഗണിച്ചിട്ടുമില്ല. പഞ്ചാബിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന വോട്ടെടുപ്പിൽ ആം ആദ്മി പാർട്ടി മികച്ച വിജയം നേടി. 102 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലായി ആം ആദ്മി പാർട്ടി 862 വാർഡുകളിൽ വിജയിച്ചു. പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസ് 348 സീറ്റുകൾ നേടി. BJP 138 ഇടങ്ങളിൽ ജയിച്ചു. അടുത്ത വർഷം ആദ്യം പഞ്ചാബിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് ഫലം എല്ലാ പാർട്ടികൾക്കും നിർണായകമാണ്. 12ാം ക്ലാസ് പരീക്ഷാ ഫലത്തിൽ പരാതിയുള്ള വിദ്യാർത്ഥികൾക്കായി റീവാലുവേഷൻ പോർട്ടൽ ജൂൺ 1 പ്രവർത്തനക്ഷമമാകുമെന്ന് CBSE അറിയിച്ചു. വിൻഡോ ഇന്നലെ പ്രവർത്തനം ആരംഭിക്കുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. എന്നാൽ സുതാര്യവും സുഗമവും പിശകുകളില്ലാത്തതുമായ പ്രക്രിയ ഉറപ്പാക്കാനാണ് കൂടുതൽ സമയമെടുക്കുന്നതെന്നാണ് അധികൃതരുടെ വാദം. ഇനി മുതൽ പോസ്റ്റ് റിസൾട്ട് വെരിഫിക്കേഷൻ റീവാലുവേഷൻ പോർട്ടൽ കൂടുതൽ കാര്യക്ഷമമാക്കുമെന്നും CBSE വ്യക്തമാക്കി. സമീപ ദിവസങ്ങളിൽ നിരവധി വിദ്യാർത്ഥികൾ പോസ്റ്റ് റിസൾട്ട് സേവനങ്ങൾ ആക്സസ് ചെയ്യുമ്പോൾ സാങ്കേതിക പ്രശ്നങ്ങൾ നേരിട്ടതായും പരാതി ഉയർന്നിരുന്നു. ഹയർ സെക്കൻഡറി CBSE പരീക്ഷയിൽ കണക്കിന് 100-ൽ 100 നേടുക അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഇത്തരത്തിലൊരു അപൂർവ നേട്ടം കൈവരിച്ചവരിൽ ഒരാളാണ് മലപ്പുറം മങ്കട സ്വദേശി സരുൺ. മലപ്പുറം ജില്ലയിൽ ഈ നേട്ടം കൈവരിച്ച ഏക വിദ്യാർത്ഥി കൂടിയാണ് പെരിന്തൽമണ്ണ വള്ളുവനാട് വിദ്യാനികേതൻ സ്കൂളിലെ അഭിമാനമായ ഈ കൊച്ചുവിടുതി. CBSE +2 ഫലം വന്നപ്പോൾ മുതൽ ഒരുപാട് വിവാദങ്ങൾ വരുന്നുണ്ട്. ഈ പരീക്ഷയുടെ പേപ്പർ പരിശോധിച്ചതിൻ്റെ നിലവാരത്തെക്കുറിച്ചും വിവാദങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ആ വിവാദങ്ങൾക്കൊക്കെ ഇടയിലും തൻ്റെ പ്രതിഭ കൊണ്ട് മാറ്റുകൂട്ടിയ ഒരു ഫലം നേടിയ ഒരു മിടുക്കനുണ്ട്. പെരിന്തൽമണ്ണ വള്ളുവനാട് വിദ്യാഭവനിലെ +2 വിദ്യാർത്ഥിയായ സരുണാണ് നമ്മോടൊപ്പം ചേരുന്നത്. പ്രത്യേകത എടുത്തു പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ മാത്സിൽ മുഴുവൻ മാർക്ക് നേടിയാണ് ഈ മിടുക്കൻ വിജയിച്ചിട്ടുള്ളത്. അതായത് 100-ൽ 100 പെർഫെക്റ്റ് സ്കോറാണ് നേടിയിട്ടുള്ളത്. എന്താണ് ഈ മാത്സിലെ ഈ മാജിക്കിൻ്റെ രഹസ്യം? ഞാൻ കുറേ പ്രാക്ടീസ് ചെയ്യായിരുന്നു. പിന്നെ സാറ് കുറേ ക്വസ്റ്റ്യൻസ് തരും പ്രാക്ടീസ് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ എന്നും എക്സാമിൻ്റെ അന്നും എപ്പോഴും
ഒരാഴ്ച മൊത്തം സാറെന്ന് ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അത് കാരണം നല്ലൊരു മാർക്ക് കിട്ടി. കുട്ടിക്കാലം മുതലേ മാത്സിനോടാണോ ഇഷ്ടം? മാത്സിനോട് തന്നെ ബാക്കി സബ്ജക്റ്റിനെക്കാട്ടിലും മാത്സ് ചെയ്യാനൊരു എളുപ്പം തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അടുത്ത് ഇഷ്ടം. ബാക്കി സബ്ജക്റ്റിലൊക്കെ എങ്ങനെയുണ്ട് മാർക്ക്? ബാക്കി സബ്ജക്റ്റിന് എല്ലാം അബവ് 90 ആണ്. പക്ഷേ ഇംഗ്ലീഷിന് മാത്രം 8 ആണ്. ബാക്കി ഈ കണക്കിനോടുള്ള ഇഷ്ടം എപ്പോൾ തുടങ്ങിയതാ? കണക്കിനോട് ഇഷ്ടം ചെറുപ്പം തൊട്ട് തുടങ്ങിയതാണ്. പക്ഷേ പിന്നെ വലിയ ക്ലാസ്സിലെത്തുമ്പോഴാണ് കുറച്ചും കൂടി പാടായിട്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യനിൽ ആൻസർ കിട്ടുമ്പോൾ ഒരു സന്തോഷം, അത് 9ാം ക്ലാസ് തൊട്ടൊക്കെ ഒരു സൊല്യൂഷൻ കണ്ടെത്തുമ്പോൾ ആ ഒരു സന്തോഷം വരും. നേരത്തെ പറഞ്ഞു പ്ലസ് 2 കണക്കൊക്കെ 10ാം ക്ലാസ് ആകുമ്പോൾ തന്നെ ചെയ്തിരുന്നു. അത് കണ്ടപ്പോൾ ഈ ട്രിഗ്നോമെട്രി അങ്ങനത്തെ ഒക്കെ ആകുമ്പോൾ ചെയ്യാൻ പറ്റി സുഖമായിട്ട്. അത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എങ്ങനെ ചെയ്യാനൊക്കെ ഇത് വന്നു. അപ്പോൾ അത് ചെയ്തു. മാത്സിൽ തന്നെ ഒരുപാട് ക്ലാസിഫിക്കേഷൻ ഉള്ളത്. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏത്? എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കാൽക്കുലസ് തന്നെ. അത് ചിന്തിക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് അത് ഇഷ്ടം. മാഷ ശിഷ്യൻ എന്താണെങ്കിലും ഒരു അപ്രതീക്ഷിത നേട്ടമാണോ നേടിയത്? അപ്രതീക്ഷിത നേട്ടം എന്ന് പറയാൻ പറ്റില്ല. സരുണിനെ കുറിച്ച്, സരുണ് 10th സമയത്ത് തന്നെ നമ്മുടെ 10th സാറ് ലിബിൻ സാറ് വളരെ നല്ല രീതിയിൽ അതിനെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 10th വളരെ ചെറിയ മാർക്ക് കൊണ്ടാണ് ഫുൾ മാർക്ക് എത്താതെ പോയത്. അപ്പോൾ ലിബിൻ സാർ കൃത്യമായിട്ട് നമുക്കൊരു ഡയറക്ഷൻ തന്നിട്ടുണ്ടായിരുന്നു. +2 ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സരുണും സാരംഗനും, സരുണിൻ്റെ ട്വിൻ സൈഡിലെ സാരംഗുണ്ട്, അയാൾക്കൊണ്ട് 90 above മാത്സിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അവർക്ക് ഫുൾ മാർക്ക് കിട്ടാനൊരു സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു ട്രെയിനിങ് ആണ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാ ക്വസ്റ്റ്യനും ക്ലാസ്സിൽ ചെയ്യുന്ന സമയത്ത് തന്നെ ആദ്യം ചെയ്യുന്ന ഒരാൾ സരുണായിരുന്നു. അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്യാത്ത ഒരു പുതിയ ക്വസ്റ്റ്യൻ കൊടുക്കുകയാണെങ്കിൽ പോലും സരുണിൻ്റെ ഒരു രീതിയിൽ, അപ്പോൾ നമ്മൾ ഒരു വേ ഓഫ് പ്രസൻറ്റേഷൻ എന്നുള്ള രീതിയിൽ നിന്ന് മാറി വ്യത്യസ്തമായ രീതിയിൽ അതിന് ആൻസർ കണ്ടുപിടിക്കുന്ന ഒരു സ്വഭാവം സരുണ തുടക്കം മുതലേ ഉണ്ടായിരുന്നു. അത് വലിയൊരു അഡ്വാൻറ്റേജാണ്. ഇപ്പോൾ ഈ CBSEയുടെ പുതിയ മാർക്കിംഗ് സിസ്റ്റം പ്രകാരം പല കംപ്ലയിൻസും നമ്മളിപ്പോൾ അറിയുന്നുണ്ടെങ്കിൽ പോലും ഞാൻ പേപ്പർ ഇവരുടെ പ്രിൻ്റ് എടുത്തിട്ട് ചെക്ക് ചെയ്ത സമയത്ത് ആസ് എ മാത്സ് ടീച്ചർ എന്നുള്ള രീതിയിൽ ചെക്ക് ചെയ്ത സമയത്ത് എനിക്ക് ഫീൽ ചെയ്തത് കറക്റ്റ് വാല്യുവേഷനായിട്ടായിരുന്നു. അതായത് അവർ കറക്റ്റ് എഴുതിയതിനുള്ള മാർക്കുകളൊക്കെ കൃത്യമായി കൊടുക്കുന്നൊരു സംവിധാനമാണ് CBSEയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഞാനത് വാല്യൂ റീചെക്ക് ചെയ്ത സമയത്ത് അങ്ങനെ തോന്നി. ചില 1-2 മിസ്റ്റേക്സുകളുണ്ട്. അത് എല്ലാ വർഷവും സംഭവിക്കുന്നത് പോലുള്ള ചില മിസ്റ്റേക്കുകൾ അതിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ തന്നെയുള്ള സാരംഗിന് ഒരു മാർക്ക്, ഒരു ഒബ്ജക്റ്റീവ് ശരിയായിട്ട് പോലും അത് മിസ്റ്റേക്കായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ വർഷവും സംഭവിക്കുന്ന ചെറിയ എറർ പോലെ ഇവിടെ ഇപ്പോഴും സംഭവിച്ചു എന്നല്ലാതെ ഇപ്പോൾ വലിയ വിവാദത്തിലേക്ക് പോകുന്നൊരു സംവിധാനം നമ്മളെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടില്ല എന്നാണ്. അതെ, അതിൻ്റെ ഇടയിലും സരുണിൻ്റെ ആൻസർ ഷീറ്റിൽ പെർഫെക്റ്റ് സ്കോർ കിട്ടി എന്നുള്ളതാണ് സരുണിന് ഒരു വലിയ വിജയമായിട്ട് തോന്നുന്നത്. നമ്മൾ സ്കൂളിൽ പല വർഷങ്ങളിലും വലിയ സ്കോറിലേക്ക് പോകുന്ന കുട്ടികൾ ഉണ്ടാവാറുണ്ട്. എൻട്രൻസിന് പോലും നല്ല റാങ്ക് കിട്ടിയ കുട്ടികൾക്കും +2 മാത്സിൽ ഫുൾ മാർക്ക് വന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് +2 മാത്സിൽ 100 ഈ മലപ്പുറം ജില്ലയിൽ തന്നെ എങ്ങനെ റിസൾട്ട് നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ അങ്ങനെ കാണാൻ സാധിച്ചിട്ടില്ല. കേരളത്തിൽ ചിലപ്പോൾ അങ്ങനെ കുട്ടികൾ ഉണ്ടാവാം എന്ന് തോന്നുന്നു. പ്രിൻസിപ്പൽ ഹരിദാസ് മാഷോട് ചെയ്യുന്നുണ്ട്. ഈ പെർഫെക്റ്റ് സ്കോർ എന്നുള്ളത് മലപ്പുറം ജില്ലയിൽ എവിടെയില്ല. അതേപോലെ CBSE സ്കൂളുകൾ എത്രയിടത്തുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു? ഈ മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ നമ്മൾ ഡാറ്റ എടുത്ത് പരിശോധിച്ചപ്പോൾ മാത്സിലാർക്കും പെർഫെക്റ്റ് സ്കോർ കിട്ടിയില്ല. ഇതിപ്പോൾ നാഷണൽ ടോപ്പർ എന്ന് അറിയപ്പെടുക. ഈ 100 out of 100 മാത്സിൽ വളരെ കുറവാണ്. നാഷണൽ മെറിറ്റ് അവാർഡ് കൊടുക്കുന്നുണ്ട്. 100 കിട്ടിയ കുട്ടികൾക്ക് നാഷണൽ മെറിറ്റ് അവാർഡ് CBSE കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ വളരെ കുറച്ച് കുട്ടികളുടെ എണ്ണമാണ് അതിൽ കാണാനുള്ളത്. നാഷണൽ ലെവലിൽ തന്നെ കുറച്ച് കുട്ടികളേ ഉള്ളൂ മാത്സിൽ 100 out of 100 കിട്ടിയ കുട്ടി. അതിപ്പോൾ മലപ്പുറം ജില്ലയിലില്ല, വേറെ സ്കൂളുകളിലൊക്കെ അന്വേഷിച്ചപ്പോൾ എവിടെയില്ല. ഞാൻ എപ്പോഴും വിളിച്ച് ചോദിച്ചു. സ്കൂളിൻ്റെ അഭിമാനമാണ് സരുൺ ആദ്യം മുതലേ അതിനു വേണ്ടി വളരെ സിമ്പിളായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് നല്ല ഒരു അഭിമാന നേട്ടമാണ്. അച്ഛൻ സാജും അമ്മ രാജശ്രീയും ചേരുന്നുണ്ട്. അഭിമാനകരമായ നേട്ടമാണ് നമുക്ക് നേടിയത് അല്ലേ? അതെ, വളരെ സന്തോഷമുണ്ട്. പഠിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു കുട്ടി തന്നെയാണ്. കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ് ഇതൊക്കെ. അവൻ്റെ കഷ്ടപ്പാടാണ്, പിന്നെ സാറിൻ്റെയാണ് ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം ഇതൊക്കെ കൂടിക്കൊണ്ടാണ് നല്ലത്. മാത്സ് പണ്ട് മുതലേ ഭയങ്കര ഇഷ്ടമാണ്. ചെറുതായിട്ട് പ്രതീക്ഷിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇത്ര മാത്രം ഫുള്ളുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു. പറഞ്ഞ ഒരു പ്രോത്സാഹനം ഉണ്ടായിരുന്നു. സാറാണ് പറഞ്ഞിരുന്നത് കിട്ടും, നമുക്ക് അത്രയ്ക്ക് വിചാരിച്ചിരുന്നില്ല. എന്താണ് ഇനി സാറിൻ്റെ അടുത്ത ലെവലിലുള്ള പ്ലാനുകളൊക്കെ? എഞ്ചിനീയറിംഗ് ഒക്കെ ഇതിന് കയറിയിട്ടുണ്ട്, എൻട്രൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കിട്ടുവാണെങ്കിൽ അതിൽ കയറും. എഞ്ചിനീയറിംഗ് തന്നെയാവും മിക്കവാറും കയറും. അതിനുവേണ്ടി ശ്രമിക്കുകയാണ് ഇനി അല്ലേ? എന്തായാലും കണക്കിനെ കൂടെ പിടിച്ചതാണ് ഇനിയുള്ളത്. അങ്ങനെ കണക്ക് നോക്കിയിട്ട് വില കൊടുക്കും. ഈ ഒരുപാട് കുട്ടികൾ കണക്ക് തെറ്റിപ്പോകുന്ന സംഘത്തിലിരിക്കുന്നുണ്ട്. അവരോട് എന്താ പറയാനുള്ളത്? ഈ കണക്കിൽ ഈ ഒരു പഠിക്കാനുള്ളൊരു എളുപ്പവഴി എന്താ കണക്ക്? അത് ഒരു സന്ദേശമായിട്ട് നമുക്ക് പറയാം. എന്നും പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ എന്നും പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ പിന്നെ കുറേ ക്വസ്റ്റ്യൻസൊക്കെ കാണുക, പുതിയ ക്വസ്റ്റ്യൻസൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പിന്നെ ചെയ്യാൻ തോന്നും. ക്വസ്റ്റ്യൻസൊക്കെ ഇങ്ങനെ വരുമ്പോൾ തന്നെ നമുക്ക് ചെയ്യാൻ തോന്നും. അപ്പം അങ്ങനെ സിമ്പിളായി കിട്ടും.
ഇതാണെങ്കിലും സരുണിന് ഈ സ്കൂളിൻ്റെ മാത്രമല്ല ജില്ലയുടെ തന്നെ അഭിമാനമാണ് എന്ന് അധ്യാപകരും രക്ഷിതാക്കളൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മാർക്ക് ഷീറ്റ് തന്നെ അത് തെളിയിക്കുന്നതാണ്. എന്താണെങ്കിലും തുടർച്ചയായി തുടർന്നും വലിയ നേട്ടങ്ങളിലേക്ക് സരുൺ എത്താൻ സാധിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. CV അനുമോദ്, ന്യൂസ് 18. CBSE ഹയർ സെക്കൻഡറിയിലൊക്കെ 100 അതും മാത്സ് ഇതൊക്കെ അങ്ങനെ വളരെ അപൂർവമായിട്ട് മാത്രം സംഭവിക്കുന്ന കാര്യമാണ്. അധ്യാപകർ ഉൾപ്പെടെ സരുണിന് ആശംസകളുമായിട്ട് രംഗത്തെത്തുകയാണ്. ന്യൂസ് 18 വകയും ആശംസകൾ. നമ്മൾ നേരെ സിദ്ധരാമയ്യയുടെ വാർത്തയിലേക്ക് പോവുകയാണ്. DK ശിവകുമാർ അവിടെ മുഖ്യമന്ത്രിയാകാൻ പോകുന്നു. സിദ്ധരാമയ്യക്ക് പിൻഗാമിയാകാൻ DK ശിവകുമാർ. കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷിയോഗം ഇന്ന് DK ശിവകുമാറിനെ നേതാവായി തിരഞ്ഞെടുക്കും. അടുത്ത ദിവസങ്ങളിൽ തന്നെ സത്യപ്രതിജ്ഞ നടക്കുകയും ചെയ്യും. 10 മന്ത്രിമാർ DK ശിവകുമാറിനൊപ്പം സത്യപ്രതിജ്ഞ ചെയ്യും. ഉപമുഖ്യമന്ത്രിമാരുടെ കാര്യത്തിലും വകുപ്പുകളുടെ കാര്യത്തിലും സിദ്ധരാമയ്യ ഉപാധികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സിദ്ധരാമയ്യയുടെ മകൻ ഡോക്ടർ യതീന്ദ്രയ്ക്ക് സുപ്രധാന വകുപ്പ് ലഭിക്കും. VR കാർത്തിക് ചെയ്യുന്നുണ്ട് വിശദാംശങ്ങൾ. കാർത്തിക്, തന്നെയാണല്ലോ ശിവകുമാർ മുഖ്യമന്ത്രി ആവാൻ പോകുന്നു. സിദ്ധരാമയ്യ തന്നെ പ്രഖ്യാപിക്കും. ഇപ്പോൾ പാർട്ടി പ്രവർത്തകർക്കുള്ളിൽ ഞങ്ങൾ ഒറ്റക്കെട്ടാണ് എന്നൊരു തോന്നിക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ട ഘടകമാണ്. സത്യപ്രതിജ്ഞ എന്നായിരിക്കും? അത് ജൂൺ 3 കേൾക്കുന്നു, നാളെ കേൾക്കുന്നു, തിങ്കളാഴ്ച കേൾക്കുന്നു, എന്നായിരിക്കും സാധ്യത? നാളെ സത്യപ്രതിജ്ഞ നടത്താനുള്ള ഒരുക്കങ്ങളാണ് കർണാടകയിൽ ഇപ്പോൾ പുരോഗമിക്കുന്നത്. പക്ഷേ അക്കാര്യത്തിൽ അന്തിമ തീരുമാനം ആയിട്ടില്ല. കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി യോഗം ഇന്ന് വൈകിട്ട് 4-നാണ് വിധാൻസൗധയിൽ ചേരുന്നത്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, ഒപ്പം കർണാടകയുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി രൺദീപ് സിംഗ് സുർജേവാല അടക്കമുള്ളവരുടെ സാന്നിധ്യത്തിലായിരിക്കും നിയമസഭാ കക്ഷി യോഗം ചേരുക. ഈ യോഗത്തിൽ സിദ്ധരാമയ്യയുടെ പിൻഗാമിയായി സിദ്ധരാമയ്യ തന്നെ DK ശിവകുമാറിൻ്റെ പേര് നിർദ്ദേശിക്കും. നേരത്തെ ചോദിച്ചതുപോലെ പാർട്ടിയിൽ ഐക്യം നിലനിൽക്കുന്നു എന്ന് വ്യക്തമാക്കാനും അതോടൊപ്പം തന്നെ അണികളിൽ അത്തരമൊരു സന്ദേശം കൊടുക്കാൻ കൂടിയാണ് ഈ നിയമസഭാ കക്ഷി യോഗത്തിൽ സിദ്ധരാമയ്യ തന്നെ DK ശിവകുമാറിൻ്റെ പേര് മുന്നോട്ട് വയ്ക്കുക. പക്ഷേ അധികാര കൈമാറ്റം സുഗമമായി നടന്നെങ്കിലും മന്ത്രിസഭാ രൂപീകരണം എന്ന വലിയ വെല്ലുവിളി കർണാടകയിൽ ബാക്കിയുണ്ട്. സത്യപ്രതിജ്ഞ തീരുമാനിക്കാൻ വൈകുന്നതും അതുകൊണ്ട് തന്നെയാണ്. മുഖ്യമന്ത്രിക്കൊപ്പം ആരൊക്കെ സത്യപ്രതിജ്ഞ ചെയ്യും എന്നതിലാണ് ആകാംക്ഷ. സിദ്ധരാമയ്യ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരുടെ ഒരു പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ DK ശിവകുമാറും സമാനമായ പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിൽ നിന്ന് ആർക്കൊക്കെ മന്ത്രിസഭയിൽ ഇടം നേടാം കഴിയും എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് സത്യപ്രതിജ്ഞയിൽ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിമാരും മാത്രമായിരിക്കും ചെയ്യുക. എന്നാൽ പൂർണ്ണ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ഉടൻ ഉണ്ടാകില്ല എന്ന വിവരങ്ങളും പുറത്തു വരുന്നു. കാരണം രാജ്യസഭാ തെരഞ്ഞെടുപ്പ് അവിടെ മുന്നിലുണ്ട്. ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പൂർണ്ണ തോതിൽ മന്ത്രിസഭാ രൂപീകരണം നടത്തിയാൽ ഏതെങ്കിലും തരത്തിലുള്ള അസംതൃപ്തി ഒരു വിഭാഗത്തിന് ഉണ്ടാകാനുള്ള സാധ്യത കേന്ദ്രം നേതൃത്വം മുന്നിൽ കാണുന്നു. അതുകൊണ്ട് കൂടിയാണ് മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും, അതായത് ഒരു പക്ഷേ 7 മന്ത്രിമാർ വരെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്തേക്കാം. പൂർണ്ണ മന്ത്രിസഭ പിന്നീടായിരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം KPCC അധ്യക്ഷ പദത്തിനൊപ്പം സതീഷ് ജർക്കിഹോളി മന്ത്രിപദം കൂടി വേണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇക്കാര്യം KC വേണുഗോപാലിനെ തന്നെ അറിയിച്ചിട്ടുമുണ്ട്. എന്നാൽ രാഹുൽ ഗാന്ധി ആയിരിക്കും അന്തിമ തീരുമാനം എടുക്കുക എന്നാണ് അദ്ദേഹത്തിന് മറുപടി നൽകിയത്. മറ്റൊന്ന്, സിദ്ധരാമയ്യയുടെ മകൻ ഡോക്ടർ യതീന്ദ്ര അടക്കമുള്ളവർക്ക് ഏതൊക്കെ വകുപ്പുകൾ ലഭിക്കും എന്നതാണ്. വ്യവസായവും ജലസേചനവും വകുപ്പ് അടക്കമുള്ള സുപ്രധാന വകുപ്പുകൾ വേണമെന്നൊരാവശ്യം സിദ്ധരാമയ്യ പക്ഷം മുന്നോട്ട് വച്ചതായാണ് സൂചന. ഇത് അംഗീകരിക്കപ്പെടുമോ? ഇതടക്കമുള്ള കാര്യങ്ങളിൽ എന്താകും നേതൃത്വത്തിന്റെ തീരുമാനം? കേന്ദ്ര നേതൃത്വം ഏത് തരത്തിലാകും ഈ മന്ത്രിസഭാ രൂപീകരണ ഫോർമുല അംഗീകരിക്കുക എന്നതും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നു. മറ്റൊന്ന്, അധികാര കൈമാറ്റം സുഗമമായി നടന്നെങ്കിലും മന്ത്രിസഭാ രൂപീകരണം വെല്ലുവിളിയായി ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ മന്ത്രിസഭാ രൂപീകരണത്തിൽ വിവിധ സാമുദായിക പ്രാതിനിധ്യം ഉറപ്പുവരുത്തേണ്ട ആവശ്യം കൂടി കർണാടകയിലെ കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. കാരണം സിദ്ധരാമയ്യ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുമ്പോൾ അഹിന്ദ വോട്ടുകൾ പാർട്ടിക്ക് നഷ്ടപ്പെടുമോ എന്നൊരു വലിയ ഒരു ഉത്കണ്ഠ കോൺഗ്രസ് നേതൃത്വത്തിലെ വലിയൊരു വിഭാഗത്തിനുണ്ട്. അതായത് ദളിത് പിന്നോക്ക ന്യൂനപക്ഷ വോട്ടുകൾ നഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു ഫോർമുല കൂടി ആകും ഈ മന്ത്രിസഭാ രൂപീകരണത്തിൽ പരിഗണിക്കുക. അത് ഉപമുഖ്യമന്ത്രി പദത്തിലടക്കം അക്കാര്യങ്ങൾ ഗൗരവമായി പരിഗണിക്കണമെന്നൊരു നിർദ്ദേശം സിദ്ധരാമയ്യ തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ന് വൈകിട്ട് 4 മണിക്ക് ചേരുന്ന കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി യോഗത്തിലായിരിക്കും ഇക്കാര്യങ്ങളിലൊക്കെ അന്തിമ തീരുമാനം. നാളെ സത്യപ്രതിജ്ഞ നടത്താനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. പക്ഷേ അക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഇതുവരെയുമായിട്ടില്ല. മുഖ്യമന്ത്രിമാർ ആരൊക്കെയാണെന്നുള്ള ഒരു ആകാംക്ഷ നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സത്യപ്രതിജ്ഞ എന്നായിരിക്കും നാളെ ആവാനുള്ള സാധ്യതയുണ്ട്, പക്ഷേ ഉറപ്പില്ല എന്നുള്ളതാണ്. അതായത് ഇന്ന് വൈകിട്ട് 4 മണിക്ക് DK ശിവകുമാർ മുഖ്യമന്ത്രിയാവുമെന്ന് സിദ്ധരാമയ്യ അറിയിക്കും. സിദ്ധരാമയ്യയുടെ മകന് എന്തായിരിക്കും പദവി എന്നതിനെ സംബന്ധിച്ചും കൃത്യമായ ധാരണകൾ ലഭിക്കേണ്ടതുണ്ട്. VR കാർത്തിക്കാണ് വിശദാംശങ്ങൾ നൽകിയത്. നമ്മൾ കർണാടകയിൽ നിന്ന് നേരെ
പോകുന്നത്. മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ അതിവേഗ റെയിൽ പദ്ധതിക്ക് മെട്രോമാൻ ഇ ശ്രീധരൻ സമർപ്പിച്ച ബദൽ പാത നിർദ്ദേശം സർക്കാർ ചർച്ച ചെയ്യും. ഏറ്റെടുക്കേണ്ട ഭൂമി കുറവായതിനാൽ ബദൽ നിർദ്ദേശത്തിന് സർക്കാരിന് താല്പര്യമുണ്ട്. 70% എലിവേറ്റഡ് പാതയാണ്, 20% ഭൂഗർഭ പാതയുമാണ്. പദ്ധതിയുടെ ഇടക്കാല റിപ്പോർട്ട് ഇ ശ്രീധരൻ മുഖ്യമന്ത്രിക്ക് കൈമാറി. കേരളയിൽ സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ പ്രതിഷേധം ഉയരാൻ പ്രധാന കാരണം ഭൂമി ഏറ്റെടുക്കൽ കൂടിയായിരുന്നു. കാസർഗോഡ് ചെങ്കള മുതൽ ചട്ടഞ്ചാൽ വരെ ദേശീയപാതയിലൂടെയുള്ള യാത്ര ജീവൻ പണയം വെച്ചുകൊണ്ടാണ്. ശാസ്ത്രീയമായ റോഡ് നിർമ്മാണത്തെ തുടർന്ന് അപകട ഭീഷണിയിലാണ് പ്രദേശത്തെ നിരവധി കുടുംബങ്ങൾ. സർവീസ് റോഡും ഡ്രെയിനേജും ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെയുള്ള പാതയുടെ നിർമ്മാണത്തിനെതിരെ പ്രതിഷേധവും ശക്തമാവുകയാണ്. കഴിഞ്ഞ കാലവർഷത്തിലുണ്ടായ മണ്ണിടിച്ചിൽ തലനാഴിഴയ്ക്കാണ് ഇവിടെ വൻ ദുരന്തം ഒഴിവായത്. ദേശീയപാതയിൽ രണ്ടാം റീച്ചായ ചെങ്കള മുതൽ തളിപ്പറമ്പ് വരെയാണ് വലിയ അപകടാവസ്ഥയിലുള്ള. അതിലേറ്റവും വലിയ അപകടാവസ്ഥയുള്ള സ്ഥലമാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ബേവിഞ്ച എന്ന് പറയുന്ന സ്ഥലം. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം എത്രത്തോളം അപകടകരമാണ് ഇപ്പോഴത്തെ സാഹചര്യം എന്നത്. അതായത് ചെങ്കള മുതൽ ചട്ടഞ്ചാല വരെ 8 കിലോമീറ്ററിലാണ് വലിയ തോതിൽ അപകട ഭീഷണിയുള്ളത്. വലിയ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നു. അധികൃതരുടെ ഭാഗത്തും വലിയ ഇടപെടൽ ഉണ്ടായിട്ടും ഇതുവരെ ഇതിന് ശാശ്വതമായൊരു പരിഹാരം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. നിരവധി വീടുകളുള്ള ഒരു പ്രദേശമാണ്. സർവീസ് റോഡില്ല, ഡ്രൈനേജ് ഇല്ല, അങ്ങനെ നിരവധി പ്രശ്നങ്ങളാണ് ഇവിടെ ഉള്ളത്. ചെറിയൊരു മഴ പെയ്താൽ പോലും ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് വലിയ വെള്ളച്ചാട്ടമാണ് ഇവിടെ ഉണ്ടാകാറുള്ളത്. അതുമാത്രമല്ല കഴിഞ്ഞ കാലവർഷത്തിൽ ഇവിടെ റോഡ് വലിയ തോതിൽ ഇടിഞ്ഞ് താഴുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും നമ്മോടൊപ്പം പ്രദേശവാസികൾ തന്നെ ചേരുന്നു. ആദ്യം ഷറഫുദ്ദീനാണ് ചേരുന്നത്. നിലവിൽ ഇപ്പോഴും കഴിഞ്ഞ കാലവർഷത്തിൽ കണ്ട അതേ അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. എങ്ങനെയാണ് ഈ ഒരു കാലവർഷത്തെ നിങ്ങൾ ഇവിടെ നോക്കിക്കാണുന്നത്? നമ്മുടെ ദേശീയപാതയുടെ വർക്ക് ആരംഭിച്ചിട്ട് വർഷങ്ങൾ ഇങ്ങനെ കടന്നു പോവുകയാണെങ്കിലും ഇവിടുത്തെ ജനങ്ങളുടെ പ്രധാനപ്പെട്ട അടിസ്ഥാന ആവശ്യങ്ങൾക്കും ആശങ്കകൾക്കും ഇതുവരെ പരിഹാരമായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മുടെ ദേശീയപാത ആരംഭിക്കുന്ന തലപ്പാടിയിൽ നിന്നാണ്. അത് ചെറുക്കളയിലെത്തി ചട്ടഞ്ചാൽ ഭാഗത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ സർവീസ് റോഡും ഡ്രെയിനേജും അപ്രത്യക്ഷമാകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത്. ഇത് മലമ്പ്രദേശവും കുന്നും പ്രദേശമാണെങ്കിലും ഇവിടുത്തെ ജനങ്ങൾ താമസിക്കുന്ന ഒരു കുറവുമില്ല. ആയിരക്കണക്കിന് വീടുകളും ജനങ്ങളുമാണ് ഇതിൻ്റെ ഇരുവശങ്ങളിലും തിങ്ങിപ്പാർക്കുന്നത്. അതുപോലെ തന്നെ സ്കൂളുകളും മറ്റെല്ലാ സ്ഥാപനങ്ങളും ഈ സ്ഥലത്ത് ഉണ്ട്. അത്രയും സ്ഥാപനങ്ങൾ ജനങ്ങൾ താമസിക്കുന്ന ഈ സ്ഥലത്ത് ഒരു കോസ്റ്റ് കട്ടിൻ്റെ ഭാഗമായി ഡ്രെയിനേജും സർവീസ് റോഡും ഇല്ലാതെ ആയിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങളും മറ്റ് വാഹനങ്ങളൊക്കെ എങ്ങനെയാണ് ഈ സർവീസ് റോഡ് ഹൈവേ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നത്? നമുക്ക് മാത്രം ഉപയോഗിക്കേണ്ട ഒരു റോഡല്ല ഈ നാഷണൽ ഹൈവേ, നമ്മുടെ വരും തലമുറകൾക്കും കൂടി ഉപയോഗിക്കേണ്ട ഈ റോഡാണ്. എന്തായാലും വലിയ ആശങ്ക തന്നെയാണ് ഇവർ പ്രകടിപ്പിക്കുന്നത്. നമ്മോടൊപ്പം ആക്ഷൻ കമ്മിറ്റി ചെയർമാനായ അബ്ദുള്ള കൂടി ചേരുകയാണ്. നിലവിൽ ഒരു ഭീകരാവസ്ഥയാണ് നമുക്ക് ഇവിടെ വരുമ്പോൾ, രാത്രിയൊക്കെ ഇതിൽ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയം തോന്നുന്നു. ഈ കാലവർഷത്തെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ഈ കാലവർഷം വളരെയധികം പ്രശ്നങ്ങളുണ്ടാവും. അവർ 4 വർഷമായി ഈ വർക്ക് ഇതേമാതിരി കൊണ്ട് നടക്കുന്നൊരു പ്രവൃത്തിയാണ്. ഇവിടുന്ന് താഴോട്ടേക്ക് സൈഡ് പ്രൊട്ടക്ഷൻ വാളില്ല. 14 ആൾ മരിച്ച പ്രദേശമാണ് ഒരു ബസ് മറിഞ്ഞിട്ട്. അതിനേക്കാളും 5 മീറ്റർ ഹൈറ്റിലാണ് ഇപ്പോൾ റോഡ് അവർ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഏകദേശം മുമ്പത്തേനേക്കാളും 5-10 മീറ്ററോളം ഹൈറ്റിൽ ഇപ്പോൾ കിടക്കുന്നുണ്ട്. അവിടെ ഒരു പ്രൊട്ടക്ഷൻ വാൾ ഇതുവരെ കൊടുത്തതായി കാണുന്നില്ല. അവരുള്ളതായിട്ട് അവർ ആരും ചോദിച്ചിട്ട് ഇവർ അറിയുന്നുമില്ല. കാലവർഷം കനക്കുന്നതോടെ വലിയ അപകട ഭീഷണിയാണ് ഇവിടെ നിലനിൽക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം എത്രത്തോളം അപകടാവസ്ഥയിലാണ് ഈ ഒരു 8 കിലോമീറ്റർ ഉള്ളതെന്നാണ്. സംസ്ഥാനത്ത് തന്നെ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അപകടകരമായ ഒരു സാഹചര്യമുള്ളതും ഇവിടെ തന്നെയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആക്ഷൻ കമ്മിറ്റിയൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡ്രൈനേജ് പോലും സംവിധാനം ഒരുക്കാതെ ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തൊക്കെ വലിയ മലവെള്ള പാച്ചൽ വരുന്ന സ്ഥലമാണ്. ഇനി ഈ കാലവർഷത്തിൽ എങ്ങനെയായിരിക്കും ഇവിടെ എന്നത് സംബന്ധിച്ച് നമുക്ക് പ്രവചിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. ഏതായാലും ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ നേരത്തെ വലിയ ഇടപെടൽ നടത്തിയെങ്കിലും ഇതുവരെയായും ഇവിടുത്തെ പ്രവൃത്തി മന്ദഗതിയിൽ തന്നെയാണ് നീങ്ങുന്നത്. എന്തായാലും അടിയന്തരമായ ഒരു ഇടപെടൽ ഇവിടെ വേണ്ടിവരും. നിരവധി വീടുകളുള്ള ഒരു സ്ഥലമാണ്. വാഹനങ്ങൾ ഒരുപക്ഷെ ഗതാഗതം നിരോധിച്ചുകൊണ്ട് ഒരുപക്ഷെ വഴിതിരിച്ചുവിടാം. പക്ഷേ അങ്ങനെയല്ല, ഇവിടെയുള്ള ഒരുപാട് ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ്. ഇവരുടെ സുരക്ഷ വളരെ പ്രധാനമാണ്. എന്തായാലും അടിയന്തരമായ ഒരു ഇടപെടൽ പുതിയ സർക്കാരെങ്കിലും ഈ കാര്യത്തിൽ ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയാണ് നാട്ടുകാർ പങ്കുവെക്കുന്നത്. കെ വി ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. CMR ലെക്സാലോജിക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് വീണ ടിയുടെ ലോക്കർ തുറന്നു പരിശോധിക്കാൻ ED. HDFC ബാങ്കിലെ ലോക്കറാണ് പരിശോധിക്കുക. ലോക്കറുള്ള അക്കൗണ്ട് ED നേരത്തെ മരവിപ്പിച്ചിരുന്നു. വീണയ്ക്ക് ED ഉടൻ സമൻസ് അയക്കും.
ആജ്ഞ ചേരുന്നുണ്ട് വിശദാംശങ്ങളായി. ആജ്ഞ, കടുത്ത നടപടിയിലേക്ക് ഇ ഡി പോകുമെന്ന് വ്യക്തമായിരുന്നു. ഇപ്പോഴത്തെ ലോക്കറുമായിട്ട് ബന്ധപ്പെട്ട പരിശോധനയിലേക്കാണ് ഇ ഡി കടക്കുക. എന്താണ് വിശദാംശം? ഹരികൃഷ്ണൻ, കഴിഞ്ഞ ദിവസം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഹർജി തള്ളിയിരുന്നത് ഈ ഇ ഡിയുടെ അന്വേഷണം നിർത്തിവെക്കണം, സമാന്തര അന്വേഷണം പ്രായോഗികമല്ല, അത് നിയമവിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാട്ടി CMRL നൽകിയിരിക്കുന്ന ഹർജിയായിരുന്നു കഴിഞ്ഞ ദിവസം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളിയത്. അതേസമയം അത് ഡിവിഷൻ ബെഞ്ചിലേക്ക് വെച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ ഇന്നലെയാണ് ഹൈക്കോടതിയിൽ ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ ആ ഹർജി എത്തിയത്. ഇന്നലെയാണ്, തിങ്കളാഴ്ച ഒരുപക്ഷെ ആയിരിക്കും ആ ഹർജി പരിഗണിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തുക. എന്തായാലും ഈ അടിയന്തരമായി ഈ 2 ദിവസമാണ് ഇ ഡിക്ക് മുൻപാകെയുള്ളത്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി വീണയ്ക്ക് നോട്ടീസ് നൽകുമെന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ടായിരുന്നു. കാരണം ഇന്നും നാളെയും ഈ ഹർജി പരിഗണിക്കാനുള്ള ഒരു സാധ്യതയും ഇല്ലാത്തത് കൊണ്ട് തന്നെ തിങ്കളാഴ്ച ആയിരിക്കും അത് പരിഗണിക്കുക. ആ ഒരു സാഹചര്യത്തിൽ അത്രയും സമയം ഇ ഡിക്ക് ലഭിക്കും. അതുകൊണ്ട് അന്വേഷണം നിർത്തിവെക്കണമെന്ന ഉത്തരവുണ്ടായാലും അത്ര കണ്ട് ആ ഉത്തരവിലൂടെ ഹർജി പരിഗണിക്കുമ്പോൾ ആ ഉത്തരവിലൂടെ ഇ ഡി അത്ര കണ്ട് ബാധിക്കുമെന്ന്, ഇ ഡി അന്വേഷണത്തെ അത്ര കണ്ട് ബാധിക്കുമെന്ന് തോന്നുന്നില്ല. എന്തായാലും ഇന്ന് തന്നെ വീണയ്ക്ക്, ഇന്നലെ ഇഷ്യൂ ചെയ്യുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്, പക്ഷേ ഇന്ന് തന്നെ അടിയന്തരമായി വീണയ്ക്ക് നോട്ടീസ് നൽകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല വീണയുടെ സാമ്പത്തിക ഇടപാടുകളും അതുപോലെ അക്കൗണ്ടുകൾ പരിശോധിക്കും. ലോക്കറുകൾ തുറന്ന് പരിശോധിക്കാനുള്ള നീക്കവുമുണ്ട്. HDFC ബാങ്കിൻ്റെ ലോക്കറാണ് പരിശോധിക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ, അതായത് ലോക്കറുള്ള അക്കൗണ്ട് നേരത്തെ ഇ ഡി മരവിപ്പിച്ചിട്ടുണ്ട്. ലോക്കറിലുള്ള അതുപോലെ മരവിപ്പിച്ച അക്കൗണ്ട് ഉണ്ടായിരുന്നത് 1.5 ലക്ഷം രൂപയുമാണ്. ഈ 1.5 ലക്ഷം രൂപയാണ് ഈ വീണയുടെ നേരത്തെ മരവിപ്പിച്ചിരുന്നതും. അതുമായി ബന്ധപ്പെട്ട് ആ സമയത്ത് പിടിച്ചെടുത്തിട്ടുള്ള ഡിജിറ്റൽ ഡിവൈസുകളിൽ വീണയുടെ ഫോൺ ഉണ്ട് എന്നുള്ള കാര്യത്തിലും വ്യക്തത ഉണ്ടായിരുന്നു. പക്ഷേ വീണയുടെ ഫോൺ പരിശോധിക്കുന്നത് വീണയുടെ സാന്നിധ്യത്തിലാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. അത് വീണയുടെ സാന്നിധ്യത്തിൽ തന്നെ പരിശോധിക്കുമോ, അതല്ലെങ്കിൽ ഇ ഡി സ്വകാര്യമായി പരിശോധിച്ച ശേഷം അല്ലെ വിവരങ്ങൾ ശേഖരിച്ച ശേഷം ചോദ്യം ചെയ്യൽ അത് ഉപയോഗപ്പെടുത്തുമോ എന്നുള്ള കാര്യത്തിലായിരുന്നു വ്യക്തത വരാനുണ്ടായിരുന്നത്. എന്തായാലും ആ കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും വീണയുടെ ഫോൺ പിടിച്ചെടുത്തുവെന്ന് ഇ ഡി വൃത്തങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ട്. മാത്രമല്ല കഴിഞ്ഞ ദിവസം നടന്ന റെയ്ഡിനിടെയാണ് വീണയുടെ ഫോൺ പിടിച്ചെടുത്തതും വീണയെ ചോദ്യം ചെയ്തതും. അതായത് വീണയെ വിശദമായി ചോദ്യം ചെയ്യാൻ സമൻസ് അയക്കും എന്ന് ഇ ഡി അറിയിച്ചിരുന്നു. അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് തന്നെയാണ്. എന്തായാലും നമുക്കറിയാം CMRLന് വീണയുടെ എക്സാലോജി സൊല്യൂഷൻസ് IT സേവനങ്ങൾ നൽകി എന്നുള്ളതിൻ്റെ പേരിൽ 2.8 കോടി രൂപ, അതായത് കണ്ടെത്തിയത് 2.72 കോടി രൂപയാണ്. അതിൽ തുടങ്ങിയ അന്വേഷണമാണ്. തുടർന്ന് ഇങ്ങോട്ട് വീണയ്ക്ക് മാസം 5 ലക്ഷം രൂപയും കമ്പനിക്ക് മാസം 3 ലക്ഷം രൂപയും എന്നുള്ള കണക്കിലാണ് പണം പോയിരുന്നത് എന്നുള്ളതാണ് കണ്ടെത്തൽ. അതേസമയം SFIയുടെ അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ ഇ ഡി ഇതിൽ കള്ളപ്പണ ഇടപാടുണ്ട് എന്ന് സ്ഥിരീകരിച്ച് ഇ ഡി സ്വയം അന്വേഷണത്തിന് നീക്കം നടത്തിയെന്നും. പക്ഷേ ആ സമയത്തും നമുക്കറിയാം ഇ ഡിയുടെ ഒരു പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ കേസിലെ FIR രജിസ്റ്റർ ചെയ്ത ശേഷം ആ FIRന് മുകളിൽ വേണം ഇ ഡിക്ക് അന്വേഷണം തുടങ്ങാൻ. അല്ലാതെ ഇ ഡിക്ക് ECIR ഡയറക്റ്റ് രജിസ്റ്റർ ചെയ്യാനുള്ള അധികാരമില്ല, റൈറ്റില്ല. അതുകൊണ്ട് തന്നെ ഒരു കേസിൻ്റെ FIR അത്തരത്തിലുള്ള നടപടിക്രമങ്ങൾക്ക് ശേഷമാണ് ഇ ഡി അതിലേക്ക് കടക്കേണ്ടത്. അത് ചൂണ്ടിക്കാട്ടി ഈ അന്വേഷണം ഇ ഡിയുടെ അന്വേഷണം തുടക്കത്തിലെ നിർത്തിവെപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ SFIO, അതായത് പ്രോസിക്യൂഷൻ ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്തത്. പ്രോസിക്യൂഷൻ കംപ്ലയിൻറ്റ് എന്താണ്, അതായത് നമ്മൾ നേരത്തെ പറയുന്നത് കുറ്റപത്രം അല്ലെ ചാർജ് ഷീറ്റ് എന്ന് പറയുമ്പോൾ SFIയുടെ ടെക്നിക്കൽ ടൈം എന്ന് പറയുന്നത് പ്രോസിക്യൂഷൻ കംപ്ലയിൻ്റ് ആണ്. ഈ പ്രോസിക്യൂഷൻ കംപ്ലയിൻറ്റ് SFIO സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിലുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം കേസെടുക്കാൻ, PMLA നിയമപ്രകാരം കേസെടുക്കാനുള്ള സാധ്യതകളുണ്ട് എന്ന് ഇ ഡി വ്യക്തമാക്കുന്നത്. അതിനുശേഷമാണ് ഇ ഡി ഈ നീക്കത്തിലേക്ക് തുടങ്ങിയിട്ടുള്ളത്. അത് മാത്രമല്ല വീണ ഹാജരായില്ലെങ്കിൽ ഒരു പക്ഷേ ഇ ഡിക്ക് നേരെയുണ്ടായിരുന്ന ആക്രമണങ്ങളൊക്കെ വീണയുടെ ഉത്തരവാദിത്തത്തിലേക്ക് വെച്ച് കെട്ടുന്ന ഒരു നീക്കവും ഇ ഡിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. ശരി, വ്യക്തമാണ്. എന്തായാലും ഇ ഡി കടുത്ത നടപടിയിലേക്ക് തന്നെയാണ് നീങ്ങുന്നത്. ലോക്കർ തുറന്ന് പരിശോധിക്കാൻ തയ്യാറെടുക്കുകയാണ്. ഇ ഡി കൂടുതൽ കുരുക്കിലേക്ക് വീണ വിജയനെ നീക്കുകയാണ്. എന്തായാലും ഇ ഡി ശക്തമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല. ആജ്ഞയാണ് സംശയം നൽകിയത്. അപകടം തലയ്ക്ക് മുകളിൽ നിൽക്കുമ്പോൾ ഉറങ്ങാൻ പോലും കഴിയാതെ ഭീതിയിലാണ് ഇടുക്കി കട്ടപ്പന സ്വദേശി മാവുങ്കൽ തങ്കച്ചനും കുടുംബവും. നിയന്ത്രണം വിട്ടു വരുന്ന ലോറി ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ റോഡിൽ നിന്ന് താഴ്ചയിലേക്ക് പതിക്കുന്നത് തങ്കച്ചന്റെ വീടിന് മുകളിലേക്ക്. തൊടുപുഴ പുളിയന്മല സംസ്ഥാന പാതയിൽ കട്ടപ്പന ഹിൽ ടോപ്പിലാണ് മാവുങ്കൽ തങ്കച്ചന്റെ വീട്. വീടിരിക്കുന്നത് താഴെയായതിനാൽ തന്നെ
ഉയരത്തിലുള്ള കൊടുംവളവിൽ നിന്ന് വാഹനം നിയന്ത്രണം വിട്ട് മറിയുന്നത് പതിവാണ്. കഴിഞ്ഞ ജനുവരിയിൽ ടോറസ് ലോറി ക്രാഷ് ബാരിയർ തകർത്ത തങ്കച്ചന്റെ പുരയിടത്തിലേക്ക് മറിഞ്ഞു. വർഷത്തിൽ 2 അപകടമെങ്കിലും ഇവിടെ ഉണ്ടാകാറുണ്ട്. അപകടഭീതിയിൽ ഉറക്കം പോലും നഷ്ടപ്പെട്ട് കഴിയുകയാണ് ഈ കുടുംബം. ഈ വളവ് കാരണം ഒരു തരത്തിലും താഴെ കിടന്നിറങ്ങാൻ പറ്റിയില്ല. കാരണം എന്നും ആഴ്ചയിൽ ഒരു വണ്ടിയെങ്കിലും താഴോട്ട് വരിക, അതുപോലെ മഴ പെയ്യുമ്പോൾ ഉള്ള വെള്ളവും ഇതൊന്ന് കെട്ടിത്തരുമ്പോൾ ഇതിന് ഒരു സംരക്ഷണ ഭിത്തി ഉണ്ടാക്കുക. ഇതിലാലൊന്നും ചെയ്യുക നമ്മുടെ ഭരണകൂട ഇതിലാലൊന്നും ചെയ്തിട്ടില്ല. അതാണ് ഇപ്പം ഒരു മഴ പെയ്താലും കിടക്കാൻ പേടിയാ, വലിയ വണ്ടി വന്നാലും കിടക്കാൻ പേടിയാ. 30 വർഷമായി ഞാൻ ഇവിടെ കിടന്നാൽ അനുഭവിക്കാൻ തുടങ്ങി. അപകടങ്ങൾ തുടർക്കഥയായതോടെ കൃഷി ചെയ്യാൻ പോലും കഴിയാത്ത സാഹചര്യമാണുള്ളതെന്ന് തങ്കച്ചൻ പറയുന്നു. പൊതുമരാമത്ത് വകുപ്പ് ഓഫീസിൽ പരാതി നൽകിയെങ്കിലും റോഡ് സുരക്ഷ മാത്രമാണ് തങ്ങളുടെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞ് ഇവർ കൈയൊഴിയുകയാണ്. സ്വസ്ഥമായി ഉറങ്ങാൻ പോലുമാകാതെ ഭീതിയിലാണ് തങ്കച്ചനും കുടുംബവും. ന്യൂസ് 18 ഇടുക്കി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്തിമ ശാസ്ത്രീയ റിപ്പോർട്ട് SITക്ക് കൈമാറി. ജംഷഡ്പൂരിലെ നാഷണൽ മെറ്റലർജിക്കൽ ലാബിലെ റിപ്പോർട്ടാണ് കൈമാറിയത്. കട്ടിളപ്പാളകൾ മാറ്റിയിട്ടില്ലെന്ന് പരിശോധനയിൽ കണ്ടെത്തിയെന്നാണ് സൂചന. സാരംഗ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സാരംഗ്, കട്ടിളപ്പാളകൾ മുഴുവൻ മാറ്റിയിട്ടില്ല, തട്ടിയെടുത്തത് പൂശിയ സ്വർണം മാത്രമാണ് എന്നൊക്കെയാണ് വരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. വിശദാംശങ്ങൾ ഹരി, കുറെ ദിവസങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ ഈ ഒരു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടടക്കം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണം അല്ലെങ്കിൽ അതുമായി അന്വേഷണ പുരോഗതി അത്ര കണ്ട് പുറത്തേക്ക് വന്നിരുന്നില്ല. ഇപ്പോഴാണ് ഈ ഒരു ശാസ്ത്രീയ പരിശോധന ഫലവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. തുടക്കത്തിൽ ഈ കട്ടിളപ്പാളികൾ അടക്കം മാറ്റി അല്ലെങ്കിൽ അവിടെ നിന്നും മറ്റ് കൊണ്ടുപോയ കട്ടിളപ്പാളിയല്ല തിരിച്ചു കൊണ്ടുവച്ചത് എന്നതടക്കമുള്ള ഗുരുതരമായ കാര്യങ്ങൾ സൂചന അല്ലെങ്കിൽ അത്തരത്തിലുള്ള കണ്ടെത്തലുകൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായെങ്കിലും പിന്നീട് ഈ ഒരു ശാസ്ത്രീയ പരിശോധനയിലാണ് അങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല. ഈ പൂശിയ സ്വർണം മാത്രമാണ് തട്ടിയെടുത്തത്. അത് ശാസ്ത്രീയമായി ഈ പ്രതികൾ അല്ലെങ്കിൽ ഈ ഒരു സംഘം ചേർന്ന് ഇത് സ്വർണം അവിടെ നിന്നും പൂശിയ സ്വർണം അവിടെ നിന്നും വേർതിരിച്ചെടുക്കുകയായിരുന്നു. അങ്ങനെയാണ് കൊള്ള നടന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ദ്വാരപാലക ശില്പപാളിയും കട്ടിളപ്പാളിയും എന്നിവയിൽ നിന്നുള്ള സാമ്പിളാണ് ജംഷഡ്പൂരിലെ ലാബിൽ നിന്നും പരിശോധിച്ച് അതിന്റെ റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നത്. കേസിൽ കുറ്റപത്രം ഉടൻ സമർപ്പിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള, അതായത് എത്ര അളവിലുള്ള സ്വർണ്ണമാണ് മോഷണം പോയത് അല്ലെങ്കിൽ അവർ കൊള്ള നടത്തിയത് എന്നൊരു കാര്യത്തിൽ ഒരു സ്ഥിരീകരണം അല്ലെങ്കിൽ അതിലൊരു വ്യക്തത അന്വേഷണ സംഘത്തിന് തുടക്കം മുതൽ തന്നെ ലഭിച്ചിരുന്നില്ല. കാരണം വലിയ രീതിയിലുള്ള സ്വർണം ഇവിടെ നിന്ന് നഷ്ടമായിട്ടുണ്ടെന്ന് മനസ്സിലായിരുന്നു. പക്ഷേ എത്ര അളവിലുള്ള ആ ഒരു സ്വർണ്ണമാണ് നഷ്ടമായത്, ആ സ്വർണം ഏത് രീതിയിലാണ് കൈമാറിയത്, ഒപ്പം ഈ പ്രതികൾ എങ്ങനെ ഇത് വീതം വെച്ചെടുത്തു എന്നടക്കമുള്ള കാര്യങ്ങളിൽ വലിയ ആശങ്ക നിലനിന്നിരുന്നു. മാത്രമല്ല ഈ ഒരു തൊണ്ടി മുതലാണ് ഏതൊരു കേസിലും വലിയ രീതിയിൽ തെളിവായി വരിക. അത് കണ്ടെത്തുന്നതിനും വലിയ രീതിയിലുള്ള വെല്ലുവിളി അന്വേഷണ സംഘം നേരിട്ടിരുന്നു. എന്തിനായാലും വൈകാതെ റിപ്പോർട്ട് കൊല്ലം കോടതിയിൽ സമർപ്പിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ നിർണായക റിപ്പോർട്ടായി ഈ ഒരു ജംഷഡ്പൂരിൽ നിന്നുള്ള ശാസ്ത്രീയ പരിശോധനാ ഫലം കൂടി ഉൾപ്പെടുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഹരി, എന്തായാലും വ്യക്തമാണ്, ജംഷഡ്പൂരിലെ ലാബാണ് റിപ്പോർട്ട് കൈമാറിയിട്ടുള്ളത്. അതിനകത്ത് പറയുന്നത് തട്ടിയെടുത്തത് പൂശിയ സ്വർണം മാത്രമാണ് എന്നുള്ളതും പറയുന്നു. അത് വളരെ നിർണായകമാണ്. കട്ടിളപ്പാളകൾ മുഴുവൻ മാറ്റിയിട്ടില്ല എന്നാണ് സൂചന. ഈ കേസിലെ സുപ്രധാന റിപ്പോർട്ടാണ് ഇപ്പോൾ SITക്ക് മുന്നിലെത്തിയത്. റിപ്പോർട്ട് കൊല്ലം കോടതിയിൽ നൽകി എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. സാരംഗ് സുധാകരനാണ് വിശദാംശങ്ങൾ നൽകിയത്. നമ്മൾ സ്പെഷ്യൽ ഡേ സെഗ്മെന്റിലേക്ക് നീങ്ങുന്നു. ഞങ്ങളുടെ സഹപ്രവർത്തകൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് രതീഷ് ഭാരതിയുടെയും സഹോദരി ലക്ഷ്മിയുടെയും ജന്മദിനം ആണ് ഇന്ന്. ആശംസകൾ അറിയിക്കുന്നത് സുഹൃത്തുക്കളും റിലേറ്റീവ്സും ചേർന്നാണ്. ഹാപ്പി ബർത്ത്ഡേ. ഇങ്ങനെ രാവിലെ പൂർണ്ണമാവുകയാണ്. നമുക്ക് ഇടവേളയിലേക്ക് പോകണം. ഇടവേളയ്ക്ക് ശേഷം മടങ്ങി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.